ബദറിന്റെ ചരിത്രം നമ്മൾ തുടരാണ്. ഇന്നലെ നമ്മൾ അൽഹംദുലില്ലാ ബദർ യുദ്ധം പറഞ്ഞ് ബദറിൽ മഹാന്മാരായ ശുഹദാക്കൾ പോരാടിയ ആ സുന്ദരമായ രംഗം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ബദറിന്റെ രണാങ്കളത്തിൽ ഇസ്ലാമിന്റെ ഇസ്സത്തിന് വേണ്ടി പോരാടിയ സുന്ദരമായ ചരിത്രങ്ങൾ ഇന്നലെ നമ്മൾ പറഞ്ഞു. അൽഹംദുലില്ലാ ഇന്നലെ നാട്ടിലൊക്കെ ബദർ നേർച്ച ഉണ്ടേനോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ അല്ലേ? നമ്മളെ നാട്ടിലൊക്കെ ഇന്നലെ കഴിഞ്ഞു ബദർ നേർച്ച അല്ലേ? എല്ലാവരും വീട്ടിൽ ഇന്നലെ അതിലും വലിയ സന്തോഷം. ഇന്നലെ രാത്രി എല്ലാവരും വീട്ടിൽ അസ്മാഉൽ ബദർ ചൊല്ലി എന്നുള്ളതാണ്. എല്ലാവരും ചൊല്ലി അൽഹംദുലില്ലാ. നിങ്ങളെ നാട്ടിലൊക്കെ ഇന്നലെ ബദർ നേർച്ച ഉണ്ടേനോ? നാട്ടിലൊക്കെ ഇല്ലേനോ? എല്ലാവരും നാട്ടിലുണ്ടാവും ബദർ നേർച്ച. എല്ലാവരും നാട്ടിലുണ്ടാവും. വീട് നാടുകളിലും പള്ളികളിലും മദ്രസകളിലും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അപ്പോ അങ്ങനത്തെ നേർച്ചകൾ വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് അവരും കൂടി ഇൻഷാ അല്ലാഹ് ഒന്ന് റാഹത്തായി ഉഷാറായി. ഇപ്പൊ റബീഉൽ അവ്വൽ മാസമൊക്കെ വരുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ ചെറുപ്പക്കാരെ ക്ലബ്ബുകളിൽ റബീഉൽ അവ്വലിന്റെ മൗലിദ്, റബീഉൽ അവ്വലിന്റെ സ്വാഗതം ഓതിയിട്ട് ബോർഡുകൾ അതൊക്കെ വെക്കാറുണ്ട്. അതോടുകൂടി തന്നെ എന്റെ കൂട്ടുകാര് ബദർ നേർച്ചയ്ക്ക് വരുമ്പോ അതൊക്കെ വർഷത്തിൽ ഒരു പ്രാവശ്യമാണല്ലേ വരിക. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ആ ബദർ നേർച്ചകളിൽ സജീവമാവുകയും നിങ്ങളുടെ ക്ലബ്ബുകളിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാര് ബദർ നേർച്ച നടത്തുകയും ചെയ്യണം. അതിനോട് സഹകരിക്കുകയും സഹകരിക്കാറുണ്ടെന്നറിയാം. പക്ഷെ ഒന്നുകൂടി ഉഷാറാക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താൻ. അങ്ങനെ വളരണം നമ്മുടെ തലമുറ, അങ്ങനെ വളരണം. ബദരീങ്ങൾ ഒരിക്കലും ലോകത്തെ ഒരിക്കലും ഖിയാമത്ത് നാൾ വരെ അത് മുറിഞ്ഞു പോകൂല. കാരണം ഞാനും നിങ്ങളൊക്കെ വല്ലാത്ത ഇസ്സത്തിലും സന്തോഷത്തിലും ആ ഇസ്ലാമിന്റെ ആ ഒരു സുന്ദരമായ ഈ ഒരു പ്രകാശം അത് നിലനിൽക്കാൻ തന്നെ കാരണം മഹാന്മാരായ ബദരീങ്ങളാണ്. അതുകൊണ്ടാണല്ലോ ബദരീങ്ങൾക്ക് അള്ളാഹു നൽകിയ മഹത്ത് എത്രയാണ്, ബദരീങ്ങൾക്ക് അള്ളാഹു നൽകിയ സ്ഥാനം എത്രയാണ്, ബദരീങ്ങൾക്ക് അള്ളാഹു നൽകിയ പവർ എത്രയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബദരീങ്ങളുടെ മഹത്വം ചോദിച്ച സമയത്ത് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത് കാണാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ബദരീങ്ങൾക്ക് വലിയ മഹത്വമുണ്ട് നബിയേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദിച്ചു ജിബ്രീലിനോട്. നബി തങ്ങളോട് ജിബ്രീൽ ചോദിക്കാണ്, നിങ്ങളെ കൂട്ടത്തിൽ ബദറിൽ പങ്കെടുത്തവർക്ക് നിങ്ങൾ എങ്ങനെയാണ് സ്ഥാനം നൽകുന്നത്? ബദറിൽ പങ്കെടുത്ത സ്വഹാബത്ത്, ബദറിൽ പങ്കെടുത്ത സ്വഹാബത്തിന് എങ്ങനെയാണ് നിങ്ങൾ സ്ഥാനം നൽകുന്നത് നബിയേ? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്ന സമയത്ത് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മറുപടി പറയുകയാണ്, അവര് ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഉത്തമന്മാരാണ് മലക്കേ. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഉത്തമന്മാരാണ്. ബദറിന്റെ രണാങ്കളത്തിൽ പരിശുദ്ധ റമളാൻ മാസം ബദറിൽ പങ്കെടുത്ത സ്വഹാബത്തിനുള്ളതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല ആ ബദരീങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ മുഴുവനും ചെയ്തു പോയ തെറ്റുകൾ അവരുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, അല്ലാഹുവിന് വരാൻ പോകുന്നതുണ്ടെങ്കിൽ എല്ലാം ആ ബദറിൽ പങ്കെടുത്ത കാരണം കൊണ്ട് അല്ലാഹു അവർക്ക് മാപ്പാക്കി കൊടുത്തിട്ടുണ്ട്. അവർക്ക് സ്വർഗീയ ലോകത്തെ ഉന്നതമായ പദവി അല്ലാഹു ബദരീങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. സ്വഹാബ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതല്ലേ പ്രിയപ്പെട്ടവരെ, ബദരീങ്ങളിൽപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ട് ചെറിയ ഒരു വശമം മുത്തുനബിയോട് പറയുകയാണ്.
ഖാലിദ് ഇബ്നു വലീദ് തങ്ങളെ കുറിച്ച് എന്തോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മുത്തു റസൂലുള്ളാഹിനോട് പറയേണ്ടി വന്നപ്പോ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മറുപടി പറയുകയാണ്, ഖാലിദ് ഇബ്നു വലീദ് അവര് ബദറിൽ പങ്കെടുത്തവരാണ് സ്വഹാബ. ബദറിൽ പങ്കെടുത്ത ഒരാളെയും നിങ്ങളെ ചീത്ത പറയാൻ പാടില്ല. ബദറിൽ പങ്കെടുത്ത ഒരാളെയും നിങ്ങൾ മോശം പറയാൻ പാടില്ല. ബദറിൽ പങ്കെടുത്ത ഒരാളെയും നിങ്ങളെ കുറ്റം പറയാൻ പാടില്ല. കാരണം അത്രത്തോളം വലിയ സ്ഥാനം അല്ലാഹു ബദരീങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്ന് ബദരീങ്ങളുടെ നേതാവ് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ റമളാൻ നിലാവിന്റെ മജ്ലിസിലൂടെ ബദരീങ്ങളുടെ മഹത്വം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ബദരീങ്ങളെ നല്ലതുപോലെ സ്നേഹിക്കണം കേട്ടോ. നിങ്ങൾ ബദരീങ്ങളെ നല്ലതുപോലെ ഇഷ്ടപ്പെടണോ. ബദരീങ്ങളെ സ്നേഹിക്കുന്നത് മുത്തുനബിയുടെ മാതൃകയാണ്. ബദരീങ്ങളെ ഇഷ്ടപ്പെടുന്നത് മുത്തുനബിയുടെ മാതൃകയാണ്. ബദരീങ്ങളെ തവസ്സുലാക്കി റബ്ബിനോട് ചോദിക്കുന്നത് മുത്തുനബിയുടെ മാതൃകയാണ്. ബദരീങ്ങളുടെ നേതാവ് ആരാ? ബദരീങ്ങളുടെ നേതാവ് ആരാ? ബദരീങ്ങളെ നേതാവ് ആരാ? ബദരീങ്ങളെ നേതാവ് ആരാ? നിങ്ങൾ പറയും, ആരാണ് നേതാവ്? ആരാ? കമന്റിൽ എഴുതാ ബദരീങ്ങളുടെ നേതാവ് ആര്? നിങ്ങൾ പറയുന്നുണ്ടോ നോക്കട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയാണ്. മുത്തുനബിയല്ലേ ബദറിലേക്ക് സ്വഹാബത്തിനോട് സ്വഹാബത്തിന് നേതൃത്വം നൽകിയതാരാ? മുത്തുനബിയാണ്. അപ്പൊ മുത്തുനബി ബദരീങ്ങളിൽ പെട്ട ആളാണ് അല്ലേ? ബദറിൽ പങ്കെടുത്തവരൊക്കെ ബദരീങ്ങളിൽ പെട്ട ആളല്ലേ? അപ്പൊ മുത്തുനബി ബദരീങ്ങളിൽ പെട്ട ആളല്ലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ ബദരീങ്ങളെ നേതാവ്? ആ മുത്തുനബിയാണ് പറയുന്നത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ സംഗതി ഖാലിദ് ഇബ്നു വലീദ് തങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ ഞാൻ ആ പരാതി പരിഹരിച്ചോളാം. മഹാനെ കുറ്റം പറഞ്ഞു നടക്കരുത്. കാരണം അത് ബദരീങ്ങളിൽ പങ്കെടുത്ത ആളാണ്. പണി കിട്ടും, നല്ല പണി വാളും. കണ്ടോ? ബദരീങ്ങളെ നമ്മൾ കുറ്റം പറയരുത്. പലതും ബദരീങ്ങളുടെ ആണ്ട് നേർച്ച വരുമ്പോ മോശമായിട്ട് എഴുതുകയും പറയുകയും പ്രസംഗിക്കുകയും കളിയാക്കുകയും ചെയ്യാറുണ്ട്. ആരോടും വിരോധ പിണക്കൊന്നുമില്ല. പക്ഷേ സ്നേഹത്തോടെ ഞങ്ങളും നിങ്ങളും രക്ഷപ്പെടണം, നമ്മൾ രക്ഷപ്പെടണം എന്ന നിയത്ത് വെച്ച് പറയാണ് കുറ്റം പറയരുത്. കാരണം ബദരീങ്ങളെ കുറ്റം പറയുന്നത് മുത്തുനബി തടുത്തിട്ടുണ്ട്. ബദരീങ്ങളെ ചീത്ത പറയുന്നത് മുത്തുനബി തടുത്തിട്ടുണ്ട്. ബദരീങ്ങളെ പരിഹസിക്കുന്നത് മുത്തുനബി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് മുത്തുനബിന്റെ ചരിത്രം ഞാൻ പറഞ്ഞത്, ഉസ്താദിന്റെ എന്റെ വകയിട്ട് ഞാൻ പറഞ്ഞതല്ല. അതുകൊണ്ട് സ്നേഹത്തിലൂടെ മനസ്സിലാകുന്ന ശൈലിയിൽ ഞാൻ പറഞ്ഞു തരികയാണ്, ബദരീങ്ങളെ പരിഹസിക്കരുത്. അത് ഈമാൻ നഷ്ടപ്പെട്ടു പോകും. ഈമാൻ നഷ്ടപ്പെട്ടു പോകും. ഞാൻ ആരെയും പരിഹസിക്കുകയോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ മാത്രം പറയുകയോ ഒരു വിഭാഗത്തെ ഉദ്ദേശിച്ച് പറയാം അങ്ങനെ ഒന്നുമല്ല. കാരണം അത് എന്റെ മജ്ലിസിന്റെ ലക്ഷ്യമല്ല, നമ്മുടെ മജ്ലിസിന്റെ ലക്ഷ്യമല്ല. ഇന്നിപ്പോ എത്ര മജ്ലിസായി? അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എത്ര മജ്ലിസായി? 823 മജ്ലിസ്. 1 മുതൽ 823 മജ്ലിസുകൾ എടുത്തു നോക്കിക്കോളി. ഒരാളും 1 മിനിറ്റ് അല്ലെങ്കിൽ അര മിനിറ്റോ കുറ്റം പറയുന്നതോ ചീത്ത പറയുന്നതോ അല്ലെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞതിന് മറുപടി പറയണതോ ഒന്നും ഇന്നത്തെ വരെ ഉപയോഗിച്ചിട്ടില്ല. ഇനി അത് ഉപയോഗിക്കാതെ ദിക്റും സ്വലാത്തും ഇൽമുമായി മുന്നോട്ട് പോവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇന്നലെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ എനിക്ക് മെസ്സേജ് അയച്ചു, ഉസ്താദെ ഒരു യതീം കുട്ടീന്റെ വീട് ഞാൻ ഏറ്റെടുക്കട്ടോ, അതിന്റെ ഡീറ്റെയിൽ ഒക്കെ ഫുൾ എനിക്ക് തരണം, എനിക്ക് ദ്വാരനാ മതി. അള്ളാഹു ആ സഹോദരൻ അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അവരെ ഭാര്യക്ക് അള്ളാഹു ആഫിയത്ത് നൽകട്ടെ, പോലെ കുടുംബത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ, പോലെ എന്ത് മുറാദാണ് വെച്ചിട്ടുള്ളത് ആ മുറാദ് അള്ളാഹു ഹാസുലാക്കട്ടെ, പോലെ വിഷമങ്ങൾക്ക് അള്ളാഹു പരിഹാരം നൽകട്ടെ, പോലെ കുടുംബം അള്ളാഹു സന്തോഷത്തിന്റെ കുടുംബമാക്കി കൊടുക്കട്ടെ. എപ്പോഴും ഇൻഷാ അല്ലാഹ് ഈ ശബ്ദം ഇവിടെ നിന്ന് പോകുന്നത് വരെ മജ്ലിസിൽ എപ്പോഴും നിങ്ങൾക്ക് ദ്വാരക്കുണ്ടാവും. ഇന്ന് എത്ര ആളുകളാണ് യതീം മക്കൾക്ക് 1000, 500, 2000, 10,000ങ്ങളും 100ഉം എത്ര ആളുകൾ കൊണ്ടുപോകുന്നു?
ഒരുപാട് ആളുകൾ എല്ലാവരും നേർച്ചയാക്കിക്കൊള്ളി യത്തീം കുട്ടികൾക്ക് ഇൻഷാ അല്ലാഹ്. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് മാത്രം. 756 ഉസ്താദ് 756 മജ്‌ലിസ് ആയതുകൊണ്ട് പറഞ്ഞതാണ്. നീ തോനെ കഴിയുമെങ്കിൽ തോനെ, കുറച്ച് കഴിയുമെങ്കിൽ കുറച്ച്. 756 കൊടുക്കാൻ അടുത്ത് ഇല്ലല്ലോ, വിഷമിക്കണ്ട. 1 രൂപയെങ്കിൽ 1 രൂപ യത്തീം മുന്നിൽ മാറ്റി വെച്ചോളി. കാരണം നിങ്ങൾക്ക് കൂലിയിട്ടാൻ വേണ്ടിയിട്ടാണ്, എല്ലാവർക്കും കൂലിയിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് സഹോദരിമാര് സ്വർണം കൊണ്ട് തന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ആദ്യം സ്വർണം മാറ്റി വെച്ചത് എൻ്റെ ബീവിന്റെ സ്വർണ്ണമാണ്, എൻ്റെ ഭാര്യന്റെ സ്വർണ്ണമാണ്. അതാണ് ആദ്യമായിട്ട് മാറ്റി വെച്ചത്. ഒരുപാട് ഉമ്മമാര് അതിലേക്ക് സ്വർണം എന്താ പറയാ അരഞ്ഞാനും ചുറ്റും കുറെ കൊണ്ടുവന്നിട്ടുണ്ട്. യത്തീം മക്കൾക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് അത് നമ്മൾ നൽകും. അത് നൽകുമ്പോ ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ടവരെ നിങ്ങളൊക്കെ അറിയിക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു അത് വിജയിപ്പിച്ചു തരട്ടെ. എല്ലാവരും ഏറ്റെടുക്കണം, ആരും പിന്മാറരുത്, എല്ലാവരും ഏറ്റെടുക്കണം. ഒരുപാട് ആളുകൾ നോമ്പ് കഴിഞ്ഞാൽ ഇവിടെ നേരിട്ട് വരാനും കൊണ്ടുതരാനും കരുതിയിരിക്കുകയാണ്. ആദ്യം വന്ന ആളുകളൊക്കെ ഇൻഷാ അല്ലാഹ് ആ ഒരു നിയത്ത് വെച്ചിട്ട് നിങ്ങൾ കൊണ്ടുതരാം ഇൻഷാ അല്ലാഹ്. നമ്മുടെ അക്കൗണ്ടിൽ മാത്രം അത് അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നത് സ്നേഹം കൊണ്ട് പറയാണ്. അതുകൊണ്ട് ഒരാളെ ഉദ്ദേശിച്ച് പറയല്ല, ബദരീങ്ങളെ ചീത്ത പറയേ, ബദരീങ്ങളെ കുറ്റപ്പെടുത്തേ. ചിലപ്പോ അവർക്ക് അത് അറിയാത്തത് കൊണ്ടായിരിക്കും. ചില പ്രസംഗങ്ങൾ കേട്ടിട്ട് തെറ്റിദ്ധരിച്ചിട്ടായിരിക്കും. ഓല് തെറ്റിദ്ധരിച്ചു എന്ന് കരുതിയിട്ട് നമ്മൾ ഓലെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. ഓലെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ഓല അങ്ങനെയാണ് ഇങ്ങനെയാണ് പരിഹസിക്കല്ല. ഓൽക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പൊ ഒരാളെ പ്രസംഗം കേട്ടാൽ ഇതന്നെയാണ് ശരി, അങ്ങനെ കേട്ട് അത് മനസ്സിലാക്കി അപ്പുറം കേൾക്കുമ്പോഴല്ലേ ഏതാണ് ശരിയെന്ന് അറിയാം. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കിയേ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഖാലിദ് ഇബ്നു വലീദ് തങ്ങളെ ചെറിയൊരു പരാതി പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉടനെ തന്നെ പറഞ്ഞതെന്താ? വേണ്ട, ബദരീങ്ങളല്ലേ കുറ്റം പറയല്ലേ, ബദരീങ്ങളല്ലേ കുറ്റം പറയല്ലേ. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബിയോട് പറയാണ്, അല്ലാഹുവിന്റെ ഹബീബിനോട് പറയാണ്, നബിയേ, മലക്കുകളെ കൂട്ടത്തിലും ബദറിൽ പങ്കെടുത്ത മലക്കുകളുള്ള നബിയേ. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ ബദറിൽ മലക്കിറങ്ങിയ ചരിത്രം പറഞ്ഞില്ലേ? എത്ര കൊടുങ്കാറ്റടിച്ച് ഇന്നലെ ബദറിലെ? എത്ര കൊടുങ്കാറ്റടിച്ച്? എത്ര കൊടുങ്കാറ്റടിച്ച് നമ്മൾ പറഞ്ഞു? നിങ്ങള് പഠിച്ചണോ ഇല്ലേ, എഴുതി വെച്ചണോ നോക്കട്ടെ. ഉത്തരം തെറ്റാ തെരഞ്ഞു വരും. 3. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അപ്പൊ 3 കൊടുങ്കാറ്റ്. ഒന്നാമത്തെ കൊടുങ്കാറ്റിൽ ആരെ നേതൃത്വത്തിലാണ് മലക്കുകൾ ഇറങ്ങിയത്? പറയ്. ആരെ നേതൃത്വത്തിലാണ് മലക്കുകൾ ഇറങ്ങിയത് ഒന്നാമത്തെ കൊടുങ്കാറ്റിൽ? പെട്ടെന്ന് പറയണം. പെട്ടെന്ന് പറയണം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ. രണ്ടാമത്തതോ? 2, 3 പറയും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അല്ലോ നോക്കട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം 2 ഇനി ഇത്ര കൂടി എഴുതിയ കമന്റ് ഇങ്ങനെ ഫാസ്റ്റ് പോണോണ്ട് കാണില്ലേ. മീകായിൽ അലൈഹിസ്സലാം, പിന്നെ ഇസ്രാഫീൽ അലൈഹിസ്സലാം. മാഷാ അല്ലാഹ്, അല്ലാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതൊക്കെ പഠിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, 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 അൽഹംദുലില്ലാ. അല്ലാഹുവേ, നീ മുഅ്മിനീങ്ങൾക്ക് ബർക്കത്ത് നൽകണം അല്ലാഹ്. അപ്പോ ഈ 3 മലക്കുകളുടെ നേതൃത്വത്തിൽ 1000 മലക്കുകൾ ബദറിൽ ഇറങ്ങി. ബദറിൽ ഇറങ്ങിയപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ബദറിൽ ഇറങ്ങി. ബദറിൽ ഇറങ്ങിയതിന് ശേഷം പിന്നെ ബദർ അങ്ങ് ഫത്ഹാകാൻ തുടങ്ങി. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ബദറിൽ ഇറങ്ങി. മുത്തുനബി ബദറിൽ ഇറങ്ങിയിട്ട് ഒരു പിടി ചരൽ പിടി ഇങ്ങനെ വാരിയെടുത്ത്, ഒരു പിടി ചരല് അല്ലാഹുവിന്റെ റസൂല് വാരിയെടുത്തിട്ട് അതിൽ മന്ത്രിച്ചിട്ട് ഒരൊറ്റയേറ് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. നോക്കിയാ നിങ്ങള്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു പിടി മണൽ വാരിയെടുത്തിട്ട് ആ മണൽ കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരൊറ്റ ഏറെറിഞ്ഞു. അതങ്ങട്ട് എറിയലോടുകൂടെ ചരിത്രം പറയുന്നു, ശത്രുക്കളെ സർവ്വ കണ്ണിലേക്ക് അതങ്ങട്ട് എത്തി. ശത്രുക്കളെ എല്ലാ പിന്നെ പോലെ കണ്ണ് തിരുമ്പാൻ തുടങ്ങി. അപ്പോത്തിനുള്ള വെട്ടിങ്ങനെ കിട്ടാൻ തുടങ്ങി. മലക്കുകളും സ്വഹാബത്തും പിന്നെ പൂരാ വെട്ടായിരുന്നു. അങ്ങനെ ബദറിന്റെ ചരിത്രം നമ്മൾ ഇന്നലെ പറഞ്ഞു. ഓരോ ശത്രുക്കളെയും ശത്രുക്കളിൽ നിന്ന് ഖുറൈശികളുടെ പ്രമാണി
പ്രമാണികളായ ആളുകൾ മരിച്ചു വീഴുന്ന സ്ഥലം തന്നെ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ കാണിച്ചു കൊടുത്തിരുന്ന സ്വഹാബ, അബൂജഹൽ ഇവിടെ വീഴും, ഉത്ബത്ത് അവിടെ വീഴും, ശൈബത്ത് ഇവിടെ വീഴും, വലീദ് ഇവിടെ വീഴുമെന്ന് പറഞ്ഞിട്ട് ബദറിന്റെ രണാങ്കളത്തിൽ ശത്രുക്കളെ പരാജയപ്പെട്ടു പോകുന്ന ആ ശത്രുക്കൾ വെട്ടേറ്റ് കിടക്കാറുള്ള സ്ഥലം അല്ലാഹുവിന്റെ ഹബീബ് പ്രിയപ്പെട്ട സ്വഹാബത്തിന് തലേ ദിവസം കാണിച്ചു കൊടുത്തതാണ്. അങ്ങനെയാണ് അവിടെ ഒരു കിണർ കുഴിച്ചത്, ഒരു പൊട്ടക്കിണറ്റിലേക്ക്. ബനൂ നജ്ജാർ വംശജരുടെ ഒരു പൊട്ടക്കിണറുണ്ടായിരുന്ന ബദറില് ആ കിണറ്റിലേക്ക് ഖുറൈശി പ്രമാണികളുടെ ആ ശവശരീരം വലിച്ചു കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഉമയ്യത്ത് ഇബ്നു ഖലഫിന്റെ ജഡം കാണുകയാണ്. ആ ഉമയ്യത്ത് ഇബ്നു ഖലഫിന്റെ മയ്യത്തിനെ, ശരീരത്തെ, മരിച്ചു കിടക്കുന്ന ഉമയ്യത്ത് ഇബ്നു ഖലഫിന്റെ ജഡം വീർത്തിട്ട് ശരീരം ഇങ്ങനെ വീർത്തു പോയിട്ടുണ്ട്. ശരീരം വീർത്തിട്ട് ആ ശരീരം ഇങ്ങനെ വലിച്ചപ്പോ ശരീരത്തിൽ നിന്ന് മാംസം അങ്ങ് പോരാൻ തുടങ്ങി. ഉമയ്യത്ത് ഇബ്നു ഖലഫ് മുത്തു റസൂലുള്ളാഹിയെ സ്വഹാബത്തിനെ അങ്ങേയറ്റം വേദനിപ്പിച്ചവനാണ്. ആ ഉമയ്യത്ത് ഇബ്നു ഖലഫിന്റെ ശവശരീരത്തെ, അവന്റെ മയ്യത്തിനെ, അവന്റെ ശരീരത്തിനെ ബദറിന്റെ രണാങ്കളത്തിൽ നിന്ന് കിണറ്റിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി, കിണറ്റിലേക്ക് നീക്കാൻ വേണ്ടി ആ ശരീരം വീർത്ത് നിൽക്കാൻ, അത് വലിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോഴതാ കാലിൽ പെട്ടിട്ട് വലിച്ചപ്പോ ശരീരത്തിൽ നിന്ന് കാലങ്ങ് വേറിട്ട് പോരുകയാണ്. എടുക്കാൻ കഴിഞ്ഞില്ല. എടുക്കാൻ ഒരു സാധനം എടുക്കണമെങ്കിൽ തലന്റെ ഭാഗത്ത് പിടിച്ചിട്ട് ഇങ്ങനെ പൊക്കണ്ടേ. ഇത് തലന്റെ ഭാഗം പിടിച്ചു പൊക്കുമ്പോ തലയുടെ പോരുക, കാലിന്റെ ഭാഗം പിടിച്ചു പൊക്കുമ്പോ കാലയുടെ പോരുക. ആലോചിക്കാൻ വയ്യാതെ ഓരോ ഭാഗം പിടിക്കുമ്പോ ആ ഭാഗം കെട്ടി ചീഞ്ഞു പോരാ. ശത്രുക്കളുടെ ശവശരീരം അങ്ങനെയാക്കി റബ്ബ്. അപ്പോഴോ ചരിത്രം പറയുകയാണ്, ഉമയ്യത്ത് ഇബ്നു ഖലഫിനെ നിങ്ങൾ അവിടെ തന്നെ മൂടിക്കോളേ സ്വഹാബ. കാരണം അവന്റെ ജനാസ എടുക്കാൻ കഴിയുന്നില്ല. അതിനെ പോലെ കഴിയാത്ത അവസ്ഥയിലായി പോയി റബ്ബേ. ഉമയ്യത്ത് ഇബ്നു ഖലഫിനെ അവിടെ തന്നെ സ്വഹാബത്ത് കല്ലുകൾ കൊണ്ടുവന്ന് ചെറിയൊരു കുഴിയൊരുക്കിയിട്ട് അവിടെ തന്നെ മറവ് ചെയ്യുകയാണ്. അല്ലാഹുവേ, അതാ ഉത്ബത്ത് ഇബ്നു റബീഅന്റെ ജഡവും അങ്ങനെ തന്നെയാണ്. ഉത്ബത്ത് ഇബ്നു റബീഅ മരിച്ചു കിടക്കുന്നുണ്ട്, വെട്ടേറ്റ് തളർന്നു കിടക്കാണ്, മരിച്ചു കിടക്കുകയാണ്. ഉത്ബത്ത് ഇബ്നു റബീഅന്റെ ശരീരം ഇങ്ങോട്ട് നിർത്തിയപ്പോ ആ ശരീരം അങ്ങ് നിർത്തിയപ്പോ മുഖമാകങ്ങ് വികൃതമായി. നല്ല മുഖായിരുന്നു, ആ മുഖം ആകെ വികൃതായി, കാണാൻ വയ്യാത്ത കൊഴത്തിലായി. ആരത്? ഉത്ബത്ത് ഇബ്നു റബീഅന്റെ മുഖം. ആ സമയത്ത് മകനായ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു, മകൻ മുത്തുനബിയുടെ സമീപത്താണ്, മകൻ മുസ്ലിമാണ്, മകൻ മുത്തുനബിയുടെ സ്വഹാബിയാണ്. ഉത്ബത്ത് ഇബ്നു റബീഅനോട് പ്രിയപ്പെട്ട പുന്നാരമോനെ എത്രയോ തവണ പറഞ്ഞതാണ്, ബദ്ർ തുടങ്ങുന്നതിന് മുമ്പ് ബാപ്പാ ഒന്ന് ഇസ്ലാമിലേക്ക് വന്നൂടെ ബാപ്പാ, മുത്തുനബിയുടെ അനുയായി കൂടെ ബാപ്പാ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയായ അബൂ ഹുദൈഫ റളിയല്ലാഹുവിന്റെ ബാപ്പയാണ് ഖുറൈശികളുടെ ഭാഗത്തുള്ള ഉത്ബത്ത് ഇബ്നു റബീഅ. ആ ഉത്ബത്ത് ഇബ്നു റബീഅന്റെ മയ്യത്തിനെ, ശരീരത്തെ മറവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കവിഞ്ഞു കിടക്കുന്ന ശരീരമാണ്. അതിന് നിവർത്തിയ സമയത്ത് മുഖമാകെ വികൃതമായി പോയി. ബാപ്പന്റെ മുഖല്ലേ, എങ്ങനെയും ബാപ്പല്ലേ. ബാപ്പന്റെ മുഖം അങ്ങ് കണ്ടപ്പോ പ്രിയപ്പെട്ട പുന്നുമോനായ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണങ്ങ് നിറഞ്ഞു. അല്ലാ, എന്റെ പുന്നാര ബാപ്പയാണല്ലോ റബ്ബേ. ശത്രുക്കളെ ഭാഗത്താണ് മരിച്ചു വീണ് കിടക്കുന്നതെങ്കിലോ ബാപ്പാന്റെ മുഖം കണ്ടപ്പോ പുന്നുമോനായ അബൂ ഹുദൈഫ റളിയല്ലാഹുവിന്റെ മനസ്സങ്ങ് വല്ലാത്ത സങ്കടപ്പെട്ടു പോയി. ഈ മുഖം വല്ലാതെ സങ്കടപ്പെട്ടു പോയത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുകയാണ്. ആരംഭ റസൂലുള്ള അബൂ ഹുദൈഫയെ വിളിച്ചു, മോനെ ഇങ്ങ് വാ, നിനക്കെന്തേ കരച്ചിൽ വരുന്നുണ്ടോ മോനെ, നിനക്ക് സങ്കടം വരുന്നുണ്ടോ മോനെ? നബിയേ, ഇതെന്റെ ബാപ്പയാണ് കിടക്കുന്നത് നബിയേ. എത്രയോ തവണ ഞാൻ എന്റെ ബാപ്പാനോട് പറഞ്ഞതാ റസൂലേ,
റസൂലേ ഒന്ന് മുസ്ലിമായിക്കോ, ഒന്ന് മുത്തുനബിയുടെ സമീപത്തേക്ക് വന്നോ, ഒന്ന് സ്വഹാബത്തിന്റെ സമീപത്തേക്ക് വന്നോ എന്ന് പറഞ്ഞിട്ട് എത്രയോ തവണ പറഞ്ഞതാണ്. എത്ര തവണ പറഞ്ഞതാണ് മുത്തുനബിക്കെതിരെ കളിക്കരുത്, സ്വഹാബത്തിനെതിരെ കളിക്കരുത്, യുദ്ധം ചെയ്യാൻ വരരുത്, ആക്രമിക്കാൻ വരരുത്. പക്ഷേ അബൂജഹലും ധിക്കാരിയുടെ വാക്ക് കേട്ടിട്ട്, അബൂജഹലിൽ നിന്ന് ധിക്കാരിയുടെ വാക്ക് കേട്ടിട്ട് മാത്രമാണ് റസൂലേ എന്റെ ബാപ്പ ബദറിലേക്ക് വന്നത്. നബിയേ, എന്റെ ബാപ്പാന്റെ നല്ല നല്ല പ്രവർത്തനങ്ങൾ കണ്ടപ്പോ ബാപ്പ ഇസ്ലാമിലേക്ക് വരുമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് നബിയേ. പക്ഷേ ബാപ്പ ബദറിന്റെ രണാങ്കളത്തിലുള്ള അബൂജഹലിന്റെ കൂടെ ശത്രുക്കളെ കൂടെ അല്ലാഹ് ഈമാനില്ലാതെ ചത്തുപോയല്ലോ നബിയേ. ആരംഭ റസൂലുള്ള പറഞ്ഞു, അബൂ ഹുദൈഫ നീ സങ്കടപ്പെടല്ലേ, നീ വിഷമിക്കല്ലേ അബൂ ഹുദൈഫ, നീ സങ്കടപ്പെടണ്ട അബൂ ഹുദൈഫ. അങ്ങനെ ഓരോ ശത്രുക്കളുടെ മയ്യത്തും ഓരോ ശത്രുക്കളുടെ മയ്യത്തിനെ ആ പൊട്ടങ്ങനറ്റിലേക്ക് വലിച്ചെറിയാണ്. അബൂജഹലിന്റെ തടി വല്ലാത്തൊരു തടിയാണ്. അബൂജഹലിന് വെട്ടേച്ചിട്ട് അങ്ങനെ കിടക്കാണ്, കൗന്നിങ്ങനെ കിടക്കാണ്. അബൂജഹൽ കൗന്നിങ്ങനെ ഒരൊറ്റ കിടന്നിങ്ങനെ കിടക്കാം. അപ്പൊ ഇബ്നു മസ്ഊദ്, ഇന്നലെ നമ്മൾ ചരിത്രം പറഞ്ഞ ഒരു ഭാഗം കൂടി പറഞ്ഞുതരാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ഒരു കമ്പി എടുത്തിട്ട് ഇങ്ങനെ മരമിങ്ങനെ കുത്തിയിട്ട്, നമ്മളുണ്ടല്ലോ നല്ല തടിയിലെ മരം ഇങ്ങനെ നിവർത്തിയിടുക. ഒരു മരം നിവർത്തുണ്ടെങ്കിൽ കമ്പി കുത്തിയിട്ട് ആ കമ്പി ഇങ്ങനെ പൊക്കും നമ്മൾ, അല്ലേ അങ്ങനെ പൊക്കിയിട്ട് മരട് മറിച്ചിടും. അങ്ങനെയല്ലേ ചെയ്യാല്? അല്ലാതെ നിങ്ങളൊക്കെ അതൊക്കെ സിമ്പിളാന്ന് പറഞ്ഞ വിരലുകൊണ്ട് ഇങ്ങനെ തോണ്ടിയിടും. അങ്ങനെ തോണ്ടിയിടുന്നൊക്കെ പറഞ്ഞാൽ വലിയ ആളാവും നമ്മൾ. ഓ അതാപ്പത് വലിയ സിമ്പിള്, വലിയ തടിയൊന്നും പിടിച്ചു നോക്കുന്നുണ്ട്, വലിയ മരം, വലിയ പ്രയാസമാണ്. നിങ്ങൾ കണ്ടില്ല, നിങ്ങള് ഈ മരം ലോഡൊക്കെ ഏറ്റുന്ന ആൾക്കാർ കണ്ടില്ലേ? അള്ളാഹുൽക്കൊക്കെ വലിയ കാവല് കൊടുക്കട്ടെ, ഒരു അപകടത്തിലും പെടാതെ ഒരു വിഷമത്തിലും പെടാതെ അള്ളാഹുൽക്കൊക്കെ വലിയ കാവല് കൊടുക്കട്ടെ. മരത്തടി ഏറ്റുകൊണ്ടുപോകുന്നത് അല്ലെ, ഐലസ എന്ന് പറഞ്ഞിട്ട് നല്ല രസമല്ല പാട്ടും പാടിയിട്ട് രണ്ട് ഭാഗത്ത് ഷോൾഡറിൽ വലിയ മരം വെച്ചിട്ട് ഏറ്റിപ്പോയിട്ട് ലോഡ് ഏറ്റിയിട്ട് കുടുംബം പോയിട്ടാണ് പാവങ്ങള് കുടുംബം പോറ്റാൻ വേണ്ടി. അള്ളാഹുൽക്ക് കാവല് കൊടുക്കട്ടെ. അങ്ങാടികളിലും ബസ് സ്റ്റാൻഡുകളിലും ഒക്കെ കണ്ടില്ലേ, യൂണിയൻകാർ കണ്ടിട്ടില്ലേ? അവരൊക്കെ വലിയ വലിയ ലോഡുകൾ തലയിൽ വെച്ച് എത്തിക്കേണ്ടിടത്ത് എത്തിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് അവർ കുടുംബം പോറ്റുന്നത്. അള്ളാഹുൽക്കൊക്കെ വലിയ ബർക്കത്ത് നൽകട്ടെ. ലോഡിങ്ങുകാര്, കല്ലേറ്റുന്നവര്, കല്ല് വെട്ടാൻ പോകുന്നവര്, അങ്ങനെയൊക്കെ പല ജോലി ചെയ്യുന്നവര്, എല്ലാവരും ജോലിയിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എല്ലാവർക്കും. അപ്പോ വലിയ മരങ്ങളൊക്കെ നമ്മൾ മറിച്ചിടൽ എങ്ങനെയാണ്? വലിയ കമ്പി വന്നിട്ട് മരത്തിന്റെ അടിക്ക് അതൊരു കുത്തൊടുക്കും, എന്നിട്ട് പതുക്കെ കമ്പി ഇങ്ങനെ പൊക്കിയിട്ട് ഇതേ മാർക്ക് അബൂജഹലിന്റെ ശരീരം, അബൂജഹൽ ഇങ്ങനെ കവുന്നിങ്ങനെ കിടക്കാണ്. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കമ്പി കൊടുത്തിട്ട് അബൂജഹലിന്റെ പള്ളന്റെ ഭാഗത്ത് ഒരു കുത്തു കൊടുത്ത്, എന്നിട്ട് കമ്പി കൊണ്ട് ഇങ്ങനെ മറിച്ചിടാം. വലിയ സാധനല്ലേ, അങ്ങനെ മറിച്ചിട്ട് അത് മറിഞ്ഞാണ്ട് കൂടന അറിഞ്ഞാണ്ട് അബൂജഹലിന്റെ മൂക്കുന്നുണ്ട് വെള്ളം കണ്ട് പുറത്തേക്ക് വരുന്നു. ശ്വാസം കാരണം കവുന്നിങ്ങനെ കിടക്കല്ലേ, വലിയ തടിയല്ലേ, വലിയ തടി ഇങ്ങനെ ക്ഷീണിച്ചിങ്ങനെ കിടങ്ങും. ഇങ്ങനെ പുറത്തേക്ക് ഇട്ടപ്പോളേ മൂക്കൂടെ അറിഞ്ഞാണ്ട് ഇങ്ങനെ കാറ്റും എയറും ഒക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണ് സാധനം കഴിഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തലയുടെ വെട്ടി മാറ്റിയത്. അബൂജഹലിന്റെ തല മുത്തുനബിന്റെ അടുക്കൽ കൊണ്ടുപോയി. ആ ചരിത്രം നമ്മൾ പറഞ്ഞതാണ്. അങ്ങനെ അവനെയും ആ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ് ഓരോ ശത്രുക്കളെയും ആ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ് ഒരുപാട് ശത്രുക്കൾ ഓടിപ്പോയി. കുറെ ആളുകളെ പിടിച്ച് ബന്ദിയാക്കി, ഒരുപാട് ആളുകൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒരുപാട് ആളുകളെ പിടിച്ച് ബന്ദിയാക്കി എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്തു ഒരുപാട് ആളുകൾ. കാരണം ഇത് സുബ്ഹാനല്ലാഹ്, കനത് വല്ലാത്ത കാഴ്ചയാണ്. സംഗതി ആദ്യം നോക്കിയപ്പോ 313 ആൾക്കാരേ ഉള്ളൂ. പക്ഷെ യുദ്ധം നടക്കുമ്പോ 313 അല്ല. എവിടെ നോക്കിയോ ഇവര് പറയണേ, എവിടെ നോക്കിയപ്പോ വെള്ള വസ്ത്രധാരികൾ ഇറങ്ങി വരുന്നത്. കുറെ മഞ്ഞ തലപ്പാവ്, കുറെ കറുത്ത തലപ്പാവ്, കുറെ വെള്ള തലപ്പാവ്. ആരൊക്കെ ഇപ്പൊ ബദറിൽ ഇറങ്ങി വരുന്നത്? 313 അല്ലല്ലത്. കിളി പോയമാർക്ക് ഇങ്ങനെ നോക്കിക്ക, ആരൊക്കെ ഇപ്പൊ ഇറങ്ങി വരുന്നത്? മലക്കുകളാണ്. മലക്കുകൾ ഇറങ്ങി വന്നിട്ട് അല്ലാഹുവിന്റെ സഹായമായ മലക്കുകൾ ബദറിൽ ഇറങ്ങി വന്ന് ഖുറൈശികളായ മുത്തുനബിയുടെയും സ്വഹാബത്തിന്റെയും ശത്രുക്കളെ മലക്കുകൾ സ്വഹാബത്തിന്റെ കൂടെ ഇന്ന് യുദ്ധം ചെയ്ത് വകവരുത്തി. ചരിത്രം പറയുന്നു. അങ്ങനെ അൽഹംദുലില്ലാഹ് ശുക്രിന്റെ സുജൂദ് ചെയ്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ബദറിന്റെ രണാങ്കളത്തിൽ നിന്ന് ഷഹീദായ 14 പ്രിയപ്പെട്ട സ്വഹാബ, ആ സ്വഹാബത്തിന് വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യുകയാണ്. റബ്ബേ
ഞങ്ങളെ കൂടെ ബദറിൽ ഇറങ്ങിയ ഈ മഹാന്മാരായ സ്വഹാബ അവര് ഞങ്ങളെ സഹോദരങ്ങളാണ്. മുത്തു റസൂലുള്ള പറയുകയാണ് അവര് മരിച്ചിട്ടില്ല, അവര് മരിച്ചിട്ടില്ല, അവര് മരിച്ചിട്ടില്ല. ആ പ്രിയപ്പെട്ട സ്വഹാബത്തിന് അല്ലാഹു സ്വർഗ്ഗത്തിലെ ഉന്നതമായ സ്ഥാനം നൽകുന്നുണ്ട്. സ്വഹാബ ആരെ കുറിച്ചാ പറയുന്ന? ബദരീങ്ങളെ കുറിച്ചാ പറയുന്നത്. ആര്? ബദരീങ്ങളുടെ നേതാവ് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നമുക്ക് എന്താ സംശയമുള്ളത്? ബദരീങ്ങളെ കുറിച്ചിട്ട് മുത്തുനബി മഹത്വം പറയുമ്പോ അല്ലേ അസ്വാബുൽ ബാദറന്ന ധീര ശുഹദാ അല്ലേ? നമ്മൾ ആ ബദരീങ്ങളെ പാട്ട് ഇങ്ങനെ പാടുമ്പോ ഇത് ബദരീങ്ങളെ പാട്ടും ബദരീങ്ങളെ മഹത്വം മുത്തുനബി ആദ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാലോ എന്താ പറയുന്നേ, എന്താ പറയണേ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അങ്ങനെ അൽഹംദുലില്ലാ ആ പ്രിയപ്പെട്ട സ്വഹാബത്തിന് വേണ്ടി മുത്തു റസൂലുള്ളാഹി ദുആ ചെയ്തു. ആ സ്വഹാബത്ത് വലിയ ഭാഗ്യവാന്മാരാണ്. അവർ ദുനിയാവിലും ആഖിറത്തിലും ജീവിക്കുന്നവരാണ്. അവര് മരണപ്പെട്ടെങ്കിലും അവര് ഷഹീദായെങ്കിലും അവർ ഇന്നും ജീവിക്കുന്നവരാണ് സ്വഹാബ. അതാണല്ലോ മക്കത്ത് പോകുമ്പോ മദീനത്ത് പോകുമ്പോ റമളാനിലാവിന്റെ കുടുംബങ്ങളെ നമ്മൾ ബദറിൽ പോകുന്നത്. ബദർ കാണണം നമുക്ക്. അവിടുന്ന് കുറച്ച് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാൽ ബദർ കാണാൻ കഴിയുന്നതാ. ബദറിന്റെ അരണാങ്കളത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ശുഹദാക്കളായ മഹാന്മാരായ ശുഹദാക്കൾ അവിടെ കാണുന്നതാണ്. ശുഹദാക്കളുടെ ഖബറുകൾ കാണുന്നതാ. ആ മഹാന്മാരായ ശുഹദാക്കളുടെ പേരുകൾ ബദറിലേക്ക് പോകുന്ന സമയത്ത് അവിടെ എഴുതി വച്ചത് കാണാം. ഏതെല്ലാം സ്വഹാബത്താണ് ഷഹീദായതെന്ന് ബദറിൽ പോയാൽ കാണാം. പ്രിയപ്പെട്ടവരെ, ബദറിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അവിടെ വലിയ ബോർഡിൽ എഴുതി വച്ചിട്ടുണ്ട്. ആ ബദറിന്റെ രണാങ്കളത്തിൽ പരിശുദ്ധ റമളാനിൽ 17 ഷഹീദായ മഹാന്മാരായ അസ്വാബുൽ ബദരീങ്ങളെ പേരുകള് ബദറിന്റെ രണാങ്കളത്തിൽ എഴുതി വച്ചത് ഇന്നും എന്റെ പ്രിയപ്പെട്ടവരൊക്കെ ബദറിൽ ചെന്നാൽ കാണാൻ കഴിയുന്നതാണ്. റബ്ബേ, അവരെ കൂടെ ഞങ്ങൾക്ക് സ്വർഗം നൽകണമല്ലാ. അവിടെ കൂടെ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാ. ആ ബദരീങ്ങളുടെ തവസ്സുൽ ബൈത്ത് ചൊല്ലിയാൽ, ആ ബദരീങ്ങളെ തവസ്സുലാക്കി ഒരു കാര്യം നമ്മൾ ചോദിച്ചാൽ, ഇല്ല ചെറുപ്പക്കാരാ, അല്ല നടത്തി തരാതിരിക്കൂല മോനെ, അല്ല നടത്തി തരാതിരിക്കൂല ബാപ്പമാരെ. അല്ലാഹു നിങ്ങളെ മുറാദ് ബദരീങ്ങളെ തവസ്സുലാക്കി ചോദിച്ചത് അല്ലാഹു നഷ്ടപ്പെടുത്തൂല. അത് ബദരീങ്ങൾക്ക് അല്ലാഹു നൽകിയ കഴിവാണ്. അത് ബദരീങ്ങൾക്ക് അല്ലാഹു നൽകിയ മഹത്വമാണ്. അത് ബദരീങ്ങൾക്ക് അല്ലാഹു നൽകിയ പവറാണ്. അങ്ങനെ 3 ദിവസം ബദറിൽ നിന്ന് 3ാമത്തെ ദിവസം ബദറിനോട് വിട പറയുകയാണ്. ബദറിൽ നിന്ന് മടങ്ങാൻ വേണ്ടി ഒരുങ്ങുകയാണ് ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. കൂടെ മഹാനായ റബീ റളിയല്ലാഹു അൻഹു കൂടെ ഉണ്ട്. അല്ലാഹുവേ, ചരിത്രം പറയുന്നുണ്ട്. ചരിത്രം പറയുന്നത് കാണാം പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീ റളിയല്ലാഹു അൻഹു ഉബൈദ റളിയല്ലാഹു അൻഹു ആണല്ലോ വെട്ടേറ്റത്. ഉബൈദ റളിയല്ലാഹു അൻഹു അല്ലേ ബദറിന്റെ രണാങ്കളത്തിൽ 3 സ്വഹാബത്ത് ആദ്യം ഇറങ്ങിയില്ലേ? ഹംസ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഉബൈദ റളിയല്ലാഹു അൻഹു. അപ്പോ ഉബൈദ റളിയല്ലാഹു അൻഹു വെട്ടേറ്റാണ്ട് പരിക്ക് പറ്റിയിട്ട് രണാങ്കളത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോ മഹാൻ ചോദിച്ചു, നബിയെ, എനിക്ക് ഷഹീദാവാൻ പറ്റൂലേ? അങ്ങനെ ബദറിൽ നിന്ന് മടങ്ങുന്ന വഴിയിലാണ് ബഹുമാനപ്പെട്ട ഉബൈദ റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നത്. അവരുടെ ഖബറും ഞാൻ പോയി കണ്ടിട്ടുണ്ട്, അവരെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനിയും പോകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ ആമീൻ പറയും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ 3 ദിവസം അവിടെ നിന്ന് 3 ദിവസം കഴിഞ്ഞ് ബദറിൽ നിന്ന് മടങ്ങാൻ വേണ്ടി ഒരുങ്ങാൻ. അപ്പൊ മടങ്ങാൻ വേണ്ടി ഒരുങ്ങാണ്. പോരുന്നതിന്റെ മുമ്പ് മുത്തുനബി ആ പൊട്ടക്കിണറ്റിലേക്ക്, ആ കിണറ്റിന്റെ അവിടെ ചെന്ന്, കിണറ്റിൽ എന്തല്ലേ വെള്ളോ എന്തല്ലേ കിണറ്റില്, പൊട്ടക്കിണറ്റിൽ എന്തല്ലേ എന്തല്ലേ നിങ്ങൾ പറയും. ഞാൻ നേരത്തെ പറഞ്ഞു കിണറ്റിൽ എന്തല്ലേ. നോക്കട്ടെ. അത് പറ്റൂല, ഉത്തരം പറയാൻ പറ്റൂല.
ശത്രുക്കളെ മൃതദേഹം. ഞാൻ ഫേസ്ബുക്കിലേക്ക് ഒന്ന് നോക്കട്ടെ, ഓല് കൂടെ കമന്റ് ചെയ്തിട്ടുണ്ടോ നോക്കട്ടെ. നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ. നിങ്ങൾ ഫേസ്ബുക്ക് ലൈവില് കമന്റ് കാണുന്നില്ലല്ലോ, എവിടെ പോയി? അത് പറ്റൂല. യൂട്യൂബ് ലൈവില് എഴുതിയിട്ടുണ്ട്, ഫേസ്ബുക്ക് ലൈവിൽ എവിടെ? ഉറങ്ങിയോ? അപ്പൊ പൊട്ടക്കിണറ്റില് എന്താ ഉള്ളത്? ഫേസ്ബുക്ക് ലൈവില് വന്നു ഓരോരുത്തരെ എഴുതി തുടങ്ങി. അതന്നെ ശത്രുക്കളുടെ മയ്യത്ത്, അതന്നെ ശത്രുക്കളുടെ ശവം. ഓക്കെ അങ്ങനെ വരി, നിങ്ങൾ എഴുതണം, അപ്പോഴല്ലേ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. ഒക്കെ ശ്രദ്ധിക്കും ഞാൻ. അപ്പോ ആ അബൂജഹലും ഉത്ബത്ത് ഷൈബത്ത് അടക്കമുള്ള ഒരുപാട് ആളുകളെ മയ്യത്ത്, ഒരുപാട് ആളുകളെ ജഡം ആ പൊട്ടക്കിണറ്റിലുണ്ട്. ആ പൊട്ടക്കിണറ്റിന്റെ അടുക്കൽ മുത്തുനബി ചെന്ന്, അപ്പൊ സ്വഹാബത്ത് ഇങ്ങനെ നോക്കിക്ക, എന്തിനാ മുത്തുനബി അങ്ങോട്ട് പോണത്? അപ്പൊ അവിടെ ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കിണറ്റിന്റെ സമീപത്ത് നിന്ന് വിളിക്കുകയാണ്, ഉത്ബത്ത് ബിൻ റബീഅ, യാ ശൈബ ഉമയ്യത്തെ അബൂ ജഹലേ. ബദറിലെ വെട്ടേറ്റ് മരണപ്പെട്ടു പോയ അബൂജഹലിനെയും മുത്തുബത്തിനെയും ഷൈബത്തിന്റെയും പേരെടുത്തിട്ട് വിളിക്കാണ്. ആരെ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിണറ്റിലേക്ക് നോക്കിയിട്ട് വിളിക്കാണ്. കിണറ്റിൽ കിടക്കുന്ന ഓലാണല്ലോ, അപ്പൊ ഓല നോക്കിയിട്ട് വിളിക്കാണ്. അബൂജഹലെ ഓരോരുത്തരെ വിളിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂല് പറയാണ്, അള്ളാഹുമ്മന്റെ റസൂലും നിങ്ങളോട് വാഗ്ദത്തം ചെയ്തത് നിങ്ങൾക്ക് എത്തിയോ അബൂജഹലെ? എന്നോട് അള്ളാഹു വാഗ്ദാനം ചെയ്തത് എനിക്ക് എത്തിയിട്ടുണ്ട് അബൂജഹലെ. എന്നോട് അള്ളാഹു ഇസ്ലാമിന്റെ വിജയം എനിക്ക് വാഗ്ദാനം തന്നിരുന്നല്ലോ. അത് റമളാനിന്റെ 17 ബദറിൽ അള്ളാഹു ഞങ്ങൾക്ക് തന്നതാണ്. നിങ്ങൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തത് അള്ളാഹു നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ടോ? പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന ഓലെ പേര് വിളിച്ചിട്ട് മുത്തുനബി ചോദിക്കാണ്. അപ്പൊ ഇത് കേട്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്ത് പണിയാണ് ചെയ്യുന്നത് നബിയേ? ഈ പൊട്ടക്കിണറ്റിൽ കിടക്കുന്നത് ജഡങ്ങളല്ലേ, മരിച്ചുപോയവരല്ലേ, ശത്രുക്കളുടെ ശരീരമല്ലേ ചിന്നിച്ചിതരെ കിടക്കുന്നത് റസൂലേ? അവര് ജീവനില്ലാത്തവരല്ലേ, ആത്മാക്കളല്ലേ, ആത്മാവില്ലാത്ത ഈ ശരീരമല്ലേ നബിയെ കിണറ്റിൽ കിടക്കുന്നത്? അവരെ പേര് വിളിച്ചിട്ട് അവരോടങ്ങനെ പറഞ്ഞാലേ അവരത് കേൾക്കാമോ നബിയേ? അവര് കേൾക്കുമോ നബിയേ? നിങ്ങൾ സംസാരിക്കുന്നത് മരിച്ചുപോയ അബൂജഹലും മുത്തുബത്തും ഷൈബത്തും കിണറ്റിൽ കിടക്കുന്ന അവരത് കേൾക്കുമോ റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയുകയാണ്, നിങ്ങളെ കേൾക്കുന്നതിലേറെ അവരെ കേൾക്കുന്നതാണ് ഉമറേ. മരിച്ചുപോയവരെ കേൾക്കുന്നതാണ് ഉമറേ. അതുകൊണ്ടാണല്ലോ മരണപ്പെട്ടു പോയ ഉമ്മാന്റെ ഖബറിന്റെ സമീപത്തി അമ്മേ, മരണപ്പെട്ടു പോയ ബാപ്പാന്റെ ഖബറിന്റെ സമീപത്തി എന്നിട്ട് അസ്സലാമു അലൈക്കും യാ ഉമ്മി, അസ്സലാമു അലൈക്കും യാ അബീ, അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമി മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്ന് പറഞ്ഞ് മരണപ്പെട്ട ഖബറിന്റെ അകത്ത് കിടക്കുന്നവരോട് നമ്മൾ സലാം പറയാറില്ലേ? നമ്മൾ അവർക്ക് ദുആ ചെയ്യാറില്ലേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിങ്ങൾ പറയുന്നതല്ല ആ ഖബറിന്റെ അകത്ത് കിടന്നുകൊണ്ട് അവർ കേൾക്കുകയാ. നിങ്ങൾ പറയുന്നതല്ല ഖബറിന്റെ അകത്ത് കിടക്കുന്ന മയ്യത്ത് കേൾക്കുകയാണ്. ഉമ്മാന്റെ ഖബറിന്റെ സമീപത്തിയല്ല പറയുന്നത് ഉമ്മ കേൾക്കും ചെറുപ്പക്കാരാ. ബാപ്പാന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് പറയുന്നത് ബാപ്പ കേൾക്കും പൊന്നുമക്കളെ.
അതുകൊണ്ടാണ് അവരെ ഖബറിന്റെ സമീപത്ത് എന്ന് നമ്മൾ ദ്വാരിക്കണോ. മഹാന്മാരായ ഔലിയാക്കന്മാരുടെ മക്ബറയിൽ ചെന്നുകൊണ്ട് നമ്മൾ അവരോട് സങ്കടം പറയുമ്പോ അവരെ തവസ്സുലാക്കി യജമാനനായ റബ്ബിനോട് നമ്മൾ സങ്കടം പറയുമ്പോ അവര് കേൾക്കുമെന്നുള്ളതിൽ സംശയമില്ല. അവരെ കാരണം കൊണ്ട് അല്ലാഹ് നമുക്ക് ഉത്തരം നൽകുമെന്നതിൽ സംശയമില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ആരംഭ റസൂലുള്ളാഹ് പറയാണ്, ഉമറേ നിങ്ങൾ കേൾക്കുന്നതിലേറെ അവരെ കേൾക്കുന്നില്ല ഉമറേ. അങ്ങനെ മുത്തുനബിയും സ്വഹാബത്തും പോവാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അല്ലാഹുവേ സന്തോഷത്തോടെയാ മടങ്ങിപ്പോകുന്നത്. ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പോടെ വന്നതല്ലല്ലോ, ഒരു യുദ്ധം ചെയ്യണമെന്ന തീരുമാനത്തോടെ വന്നതല്ലേ അല്ല. ആയുധങ്ങളില്ല, ഒട്ടകങ്ങൾ കുറവാണ്, കുതിരകൾ കുറവാണ്, വാളുകൾ കുറവാണ്, തടുക്കാനുള്ള അങ്കികൾ വളരെ കുറവാണ്, ഒന്ന് ധരിക്കാനൊരു പടയങ്കി പോലുമില്ല, വളരെ കുറവാണ്. പടയങ്കി എന്ന് പറഞ്ഞെന്താ? ഇന്നലെ അബൂജഹലിന്റെ പടയങ്കി മാറ്റിയ രസം ഞാൻ പറഞ്ഞില്ലേ? അബൂജഹലിന്റെ പടയങ്കി ഓരോരുത്തർ ഇങ്ങനെ മാറ്റി അവസാനം ഒരുത്തം വന്നപ്പോ എനിക്ക് വേണ്ട. ഞാനെന്താ അബൂജഹലിന്റെ പടയങ്കി നോക്കി നടക്കാണ് സ്വഹാബത്ത്. അബൂജഹലുടെ അപ്പൊ അബൂജഹലിന് മനസ്സിലായി ഇതിപ്പോ എനിക്ക് ഇവിടെ നിലനിൽപ്പില്ല. അബൂജഹൽ വേഗം ഡ്രസ്സ് ഊരിയാണ്ട്, വേഗം കോട്ട ഊരിയാണ്ട്, പടയങ്കി ഊരിയാണ്ട്, എന്നാ അനക്ക് പിടിച്ചോ എന്ന് വേറെല്ലോ കൊടുത്ത്. അപ്പൊ ആ സാധനം വെട്ടിട്ടി ഓനെ വെട്ടിട്ടി. അപ്പൊ അബൂജഹലിന്റെ അടുക്കൽ ആ പടയങ്കി കൊണ്ടു ജനട്ടോ എനിക്ക് വേണ്ട നിങ്ങളെ നെട്ടോളി. അവസാനം അതാണ് പടയങ്കി എന്ന് പറയണത്. അപ്പൊ ശത്രുക്കള് പടയങ്കിയുണ്ട്, മുസ്ലിമുകൾക്കോ മുത്തുനബിന്റെ സ്വഹാബത്തിനൊക്കെ ഒന്നുമില്ല. അങ്ങനെയാണ് ബദറിലേക്ക് വന്നത്. ഒരു യുദ്ധം ലക്ഷ്യം വെച്ച് വന്നതല്ല. തന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിന്റെ സ്വത്ത് കട്ടെടുത്തുകൊണ്ട് അത് കച്ചവടം നടത്തി അതിന്റെ ലാഭം തന്റെ സ്വത്ത് തിരിച്ചെടുക്കാൻ വേണ്ടി മുത്തുനബിയും സ്വഹാബത്ത് വന്നതാണ്. അബൂ സുഫിയാൻ രക്ഷപ്പെട്ടപ്പോഴും മുത്തുനബിയും സ്വഹാബത്തും ബദറിൽ നിന്ന് മടങ്ങാനൊരുങ്ങിയതാണ്. പക്ഷേ അബൂജഹൽ സമ്മതിച്ചില്ല. അബൂജഹലിന്റെ ധിക്കാരം അവനെ സമ്മതിച്ചില്ല. ഇല്ല, മുത്തുനബിയെയും സ്വഹാബത്തിനെയും മുസ്ലിമീങ്ങളെയും പരാജയപ്പെടുത്തിയിട്ടല്ലാതെ ഞാൻ പോരൂല എന്ന ധിക്കാരത്തോടെ വെല്ലുവിളിച്ച അബൂജഹല് ഈ കാലഘട്ടത്തിന്റെ ഫറോവ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിനായ ഫറോവയെ പോലെ മുത്തു റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലുള്ള ഫറോവയെന്ന് ചരിത്രം വിശദീകരിച്ച, ചരിത്രം രേഖപ്പെടുത്തിയ അബൂജഹല് ധിക്കാരത്തോടെ അഹങ്കാരത്തിന് കയ്യുങ്കാലം വച്ച അബൂജഹല് അവിടുന്ന് ധിക്കാരത്തോടെ വെല്ലുവിളിച്ചപ്പോഴാണ്, മുസ്ലിമീങ്ങളെ ആക്രമിച്ചപ്പോഴാ അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും മഴ പെയ്തപ്പോ വെള്ളം ശേഖരിക്കാൻ ഒരുക്കി വെച്ച ആ ഒരു ഹൗള് പൊളിക്കാൻ വേണ്ടി ശത്രുക്കൾ ഇറങ്ങിയപ്പോഴാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങേണ്ടി വന്നത്. ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പോടെ പോയതല്ല. പക്ഷേ അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബും സ്വഹാബത്തും ബദർ ജയിച്ചടക്കി, യുദ്ധം ജയിച്ചടക്കി, ശത്രുക്കളെ പരാജയപ്പെടുത്തി പരിശുദ്ധ ഇസ്ലാമിന്റെ വെന്നിക്കൊടി വാനിൽ ഉയർത്തിയിട്ടാണ് അല്ലാഹു അക്ബർ എന്ന മുദ്രാവാക്യം വിളിച്ച് ബദറിൽ നിന്ന് തിരിച്ചു പോന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട റമദാനിലാവിന്റെ കുടുംബങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. വലിയ പ്രതിസന്ധി സമയത്താണ് മുത്തുനബിയും സ്വഹാബത്തും ബദറിലെത്തിയത്. കാരണം വാളുകൾ കുറവാണ്. എത്ര ഒട്ടകങ്ങൾ ഉണ്ടേന് മുത്തുനബിന്റെ കൂടെ? നമ്മളത് ഇന്നലെ മിനിയാന്ന് പറഞ്ഞതാണ്. എത്ര ഒട്ടകങ്ങൾ ഉണ്ടേന്? 800, 900, 2500 എത്ര ഉണ്ടേന്? ആരാ ഉത്തരം പറയാൻ നോക്കാം? 3 കുതിര ഉണ്ടേന്. 70 ഒട്ടകം ചോദിച്ചപ്പോ പറഞ്ഞു 3 കുതിര ഉണ്ടായിരുന്നു അല്ലെ? 70 ഒട്ടകങ്ങളായിരുന്ന ആകെയുണ്ടായിരുന്നത്. അന്ന് അല്ലാഹുവിന്റെ റസൂലിന് വലിയ പ്രതിസന്ധി നേരിട്ടപ്പോ മുത്തുനബി ചൊല്ലിയ ദിക്റാണ് ഹസ്ബുനല്ലാഹ് വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ന്റെ ഉമ്മമാര് മറന്നുപോവരുത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുത്തുനബിയുടെ മനസ്സിന് ധൈര്യം നൽകിയ ദിക്റാണ്. അലി റളിയല്ലാഹു അൻഹു പറയാണ്, ബദറിന്റെ തലേ ദിവസം ആരംഭ റസൂലുള്ള ചൊല്ലിയ ദിക്റാണ് മക്കളെ, ആരംഭ റസൂലുള്ള ചൊല്ലിയ ദിക്റാണ്.
സഹാബാ ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ. വിജയം നിങ്ങളെ കൂടെയുണ്ട് ബാപ്പമാരെ, വിജയം നിങ്ങളെ കൂടെയുണ്ട് ചെറുപ്പക്കാരാ. എനിക്കെന്തേ ഉസ്താദേ ഒന്നും ശരിയാവാത്തതെന്ന് പറഞ്ഞ് സങ്കടപ്പെടണ്ട, എനിക്കെന്താ മക്കളില്ലാത്തതെന്ന് പറഞ്ഞ് സങ്കടപ്പെടണ്ട, എന്റെ കല്യാണം എന്താ ശരിയാവാത്തതെന്ന് പറഞ്ഞ് വിഷമിക്കണ്ട. ചൊല്ലിക്കോ മനസ്സറിഞ്ഞിട്ട് അല്ല കൂടെയുണ്ട്. ഹസ്ബുനല്ലാഹ് നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ എല്ലാം അല്ലാഹു നമുക്ക് മാറ്റിത്തരുന്നതാണ് സവാബ. അല്ലാഹു നമുക്ക് മാറ്റിത്തരുന്നതാണ് സവാബ. അല്ലാഹു നമുക്ക് മാറ്റിത്തരുന്നതാണ് സവാബ. സ്വഹാബത്തിന് മുത്തുനബിക്കും ബദർ ജയിച്ചടക്കാൻ അല്ലാഹു ചൊല്ലാൻ കൊടുത്ത ദിക്റാണ്, അഥവാ മുത്തുനബിയെ ചൊല്ലിയ ദിക്റാണ് യാ ഹയ്യു യാ ഖയ്യൂം. അതേ പ്രകാരം ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ആ ദിക്ർ ചൊല്ലിയ മുത്തു റസൂലുള്ളാഹി പരിശുദ്ധ റമദാനിന്റെ 17 ബദറിന്റെ രണാങ്കളത്തിൽ അല്ലാഹു മലക്കുകളെ ഇറക്കി സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ ദിക്ർ ചൊല്ലിയ മുത്തു റസൂലുള്ളാഹി 70 ഒട്ടകങ്ങളുമായി ബദറിലേക്ക് പുറപ്പെട്ട മുത്തുനബിക്ക് 700 ഒട്ടകങ്ങളുമായി അപ്പുറത്തെ മല പോലെ കാവൽ നിൽക്കുന്ന അബൂജഹലിന്റെ പടയാളികളെ പരാജയപ്പെടുത്താ മുത്തു റസൂലുള്ളാഹി അല്ലാഹു വലിയ ഭാഗ്യം കൊടുത്തെങ്കില് 3 കുതിരകളുമായി ബദറിലേക്ക് പുറപ്പെട്ട മുത്തു റസൂലുള്ളാഹി അപ്പുറത്തെ മല പോലെ 1000 കുതിര ശക്തിയോടെ ബദറിൽ നിന്ന് കല്ലും കുടിച്ച് പെണ്ണും വിളിച്ച് വെല്ല വിളിച്ച് ഇറങ്ങി വന്ന അബൂജഹലിന്റെ ധിക്കാരികളായ ശത്രുക്കളോട് പടപൊരുതാ ആരംഭ റസൂലുള്ളാഹിന്റെ സ്വഭാവത്തിനുള്ള ധൈര്യം കൊടുത്തെങ്കില് അല്ലാഹുവേ അബൂജഹലടക്കമുള്ള ശത്രുക്കളെ കൂട്ടത്തിലെ മല്ലനായ അസ്വദ് മുത്തു റസൂലുള്ളാഹിന്റെ ഹൗല വിളിക്കാൻ വന്നപ്പോ ആരടാ എന്റെ ഹബീബായ തങ്ങളെ അനുവാദമില്ലാതെ എന്റെ മുത്തു റസൂലുള്ളാഹിന്റെ ഹൗല വിളിക്കാൻ ചങ്കൂറ്റമുള്ളവൻ ആരാണെന്ന് പറഞ്ഞിട്ട് ബദറിന്റെ രണാങ്കളത്തേക്ക് ചീറ്റക്കിളിയോലെ പാറിയിറങ്ങിയ മഹാനായ ഹംസത്തുൽ കറാർ. ആ ഹംസത്തുൽ കറാർ തങ്ങളുടെ മനസ്സിന് അല്ലാഹു ശക്തി പകർന്നത്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മനസ്സിന് അല്ലാഹു ശക്തി പകർന്നത്, അലിയാർ തങ്ങളുടെ മനസ്സിന് അല്ലാഹു ശക്തി പകർന്നത്, ഇബ്നു മസ്ഊദ് തങ്ങളടക്കമുള്ള സ്വഹാബത്തിന്റെ മനസ്സിന് അല്ലാഹു ശക്തി പകർന്നത് ആ ദിക്റാണ്. ഒരു 3 വട്ട റമദാൻ നിലാവിന്റെ മജ്ലിസിൽ ഇരുന്ന് മുത്ത് മുഅ്മിനീങ്ങൾ ചൊല്ലിക്കോളെ ഹസ്ബുനല്ലാഹ് നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. എപ്പോഴും ചൊല്ലിക്കൊണ്ടി അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ശത്രുക്കൾ പരാജയപ്പെട്ട വാർത്ത ഇനി എവിടെത്തണം? കാട്ടുതീ പോലെ പടർന്നിട്ട സംഗതി. മക്കയില് ഖുറൈശികൾ ഇങ്ങനെ കാത്തിരിക്ക, എന്തായി വിവരപ്പോ, എന്തായി എന്ന് പറയാം. ഇതിപ്പോ മെസ്സേജ് ഒന്നുമല്ല, വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചോക്കേനി. ഏയ് വാട്സപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചോക്കേനി. ഇതിപ്പോ എന്താ ചെയ്യാ, എന്താ ചെയ്യാ? ഇതിനിപ്പോ ഒരു എന്തൊരു വിവരം അറിയിട്ട് ഇവർക്ക് ഇങ്ങനെ മക്കത്ത് ഇങ്ങനെ ശത്രുക്കൾ ഇങ്ങനെ കാത്തിരിക്കാണ്, എന്തെങ്കിലും ഒരു വിവരം കിട്ടണല്ലോ. അപ്പോഴാണ് ആട് വരുന്നത്. ആദ്യമായിട്ട് ബദറിലെ ദുരന്ത വാർത്തയുമായി ആദ്യം മക്കയിലെത്തിയത് ആരറിങ്ങൊക്കെ? ഹൈസമാൻ ഇബ്നു അബ്ദുല്ലാഹിൽ ഖുസാഇ. ഹൈസമാൻ ഇബ്നു അബ്ദുല്ലാഹിൽ ഖുസായിന്റെ ഇങ്ങനെ ഓടി വരുന്നു. ആ ഓട്ടം കണ്ടപ്പോ തന്നെ ഇവരിങ്ങനെ കാത്തിക്കല്ലേ, മക്കന്റെ ബോർഡറിൽ ഇങ്ങനെ കാത്തിക്കാണ്. എന്തായിക്കാരപ്പോ ഓലിങ്ങനെ പരസ്പരം പറയണ്ടേ, ഹംസ റളിയല്ലാഹു പോയിട്ടുണ്ടാകും, നമ്മൾ അബൂജഹലല്ലേ രംഗങ്ങള് കളത്തിലുള്ളത്, മുഹമ്മദ് തങ്ങൾ അവിടെ പരാജയപ്പെട്ടിട്ടുണ്ടാവും, ഉമർ ഇബ്നു ഖത്താബിന്റെ ധീരതയൊക്കെ പോയിട്ടുണ്ടാവും. കാരണം എന്താ, അബൂജഹലില്ലേ നമുക്ക് എല്ലാരും പറയണത്, അബൂജഹലില്ലേ നമുക്ക്. അതെങ്ങനെയാണ്? അബൂജഹലില്ലടോ, അല്ലെങ്കിൽ ഉത്ബത്തില്ലേ, അസ്വദില്ലേ, ശൈബത്തില്ലേ, എല്ലാരും ഉണ്ട്. ഒരിങ്ങനെ പറഞ്ഞിങ്ങനെ സമാധാനിക്കാണ്, സ്വന്തം ഇങ്ങനെ പറഞ്ഞിങ്ങനെ സമാധാനിക്കാണ്. അപ്പോഴാണ് ഹൈസം ഇങ്ങനെ ഓടി വരുന്നത്. ഹൈസമിന്റെ ഓട്ടം വരെ കണ്ടപ്പോ പറഞ്ഞു, ഹൈസമല്ല വരുന്നത്. ഹൈസമിന്റെ ഓട്ടം കണ്ടിട്ട് വലിയ സുഖല്ലേട്ടോ. ഉടനെ തന്നെ ചോദിച്ചു, അല്ല
എന്റെ പിന്നിൽ ആരൊക്കെയല്ലേ ഇത് ഒറ്റക്കന്നെ ഉള്ളൂ, ഇതെന്താ ഒറ്റക്ക് ഇങ്ങനെ ഓടി വരുന്നേ, എന്താ സംഭവം, ബദറിലെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയായി? അപ്പൊ ഐസമ്മ ഓടി വന്നിട്ടാണ്, നിങ്ങളെ ആദ്യം കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം തരി, എന്നിട്ട് ബാക്കി പറഞ്ഞുതരാം. ഓന് വെള്ളം കൂടിയും കൊടുക്കാൻ കിട്ടിയില്ല, കാരണം ഓടിയ സ്ഥലത്ത് കൂടെ പുല്ല് മുളച്ചിട്ടുണ്ട്. അജാതി ഓട്ടം ഓടിയത്, അജാതി ഓട്ടം. അപ്പൊ ഒരു പറഞ്ഞു, എന്നാ വെള്ളം കൊടുക്കി, വെള്ളം കൊടുത്തോടി. വെള്ളം കൊടുത്തു. നീ പറയ് എന്താ സംഭവിച്ചത്? അബൂജഹല് പോയി. മക്കാര അന്തം വിട്ട്. സത്യം പറയ്, അബൂജഹല് പോയോ? ആ, അബൂജഹല് പോയി. ഓല അബൂജഹല് പോയിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ. ഉത്തുബത്തും പോയി. സുബ്ഹാനല്ലാഹ്. ഉത്തുബത്തും പോയി, അസ്വദും പോയി. അസ്വദും പോയോ? ആ, അസ്വദും പോയി. ശൈബത്തും പോയി. ഞാനാ പോവല്ലേ? പ്രധാനപ്പെട്ട ആളുകളൊക്കെ പോയി. അപ്പൊ വധിക്കപ്പെട്ട ആളുകളെ പേരിങ്ങനെ ഇങ്ങനെ പേടിണ്ട് പറയണേ, കാരണം പറഞ്ഞാൽ ചിലപ്പോ ഒന്ന് കിട്ടും, കാരണം ഇവര് ആരാധകരല്ലേ, ഇവര് നേതാക്കന്മാരല്ലേ, നേതാക്കന്മാര് പോയ കഥയാണ് ഈ പറയണത്. അപ്പൊ അബൂജഹലും മുത്തുബത്തും ഷൈബത്തും പോയി പറഞ്ഞപ്പോ തന്നെ കുറെ ആൾക്കാരെ കാറ്റപ്പോ തന്നെ പോയി. അപ്പോ ഇതിങ്ങനെ പറഞ്ഞപ്പോ സഫ്വാൻ ഇബ്നു ഉമയ്യത്ത്, പേരെങ്ങനെയാണ്, ആയിക്കോട്ടെ, സഫ്വാൻ ഇബ്നു ഉമയ്യത്ത് പറഞ്ഞു, ഏയ് ഇത് ഞാൻ വിശ്വസിക്കൂല, ഇത് ഞാൻ വിശ്വസിക്കൂല. സഫ്വാൻ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്തൊരു സ്വഹാബി ഉണ്ട് കേട്ടോ. അപ്പൊ നല്ല പേരാണ്. നിങ്ങൾ അതിനിങ്ങനെ ആ സഫ്വാൻ ഇബ്നു ഉമയ്യത്ത് ശത്രു ആണല്ലേ, സഫ്വാൻ ഇങ്ങനെ ഇഷ്കാൽ ഉണ്ടാക്കണ്ട, ചില ആളുകൾ അങ്ങനെ ഇഷ്ടമാണ്. നല്ല പേരാണത്, ബദരീങ്ങളിൽ പെട്ട ഒരു സ്വഹാബിന്റെ പേരാണത്. അത് ചിരിച്ചണ്ട, നല്ല പേരാണത്. അപ്പൊ സഫ്വാൻ ഇബ്നു ഉമയ്യത്ത് പറഞ്ഞേ, ആരോടെ ഈ വാർത്തയായിട്ട് വന്ന ഹൈസമിനോട് പറഞ്ഞ, അല്ല ഹൈസമേ, എനിക്കെന്താ തല തിരിഞ്ഞുകണോ, എനിക്കെന്താ വല്ല ഭ്രാന്തുമായോ? അബൂജഹലും മുത്തുബത്തും ഷൈബത്തും വലീദും അസ്വദും എല്ലാരും ബദറിൽ പോകെ, എല്ലാരും ബദറിൽ പോകെ. ബടായി ഒട്ടിച്ചല്ലോ, കിട്ടിന്റെ അടുത്ത് ഒന്ന് ബടായി ഒട്ടിക്കാൻ നിൽക്കണ്ടാണ്. അല്ല എന്റെ തലക്ക് വല്ല തകരാറുണ്ടോ? അപ്പൊ ഐസമ പറഞ്ഞ, തലക്ക് ഒരു തകരാറില്ല, സംഗതി ആകെ കുളം പോയിക്കണം, സംഗതി ആകെ കൊളയിക്കണേ, എല്ലാരും പോയിക്കണേ. സുബ്ഹാനല്ലാഹ്. ഇവർക്ക് പിന്നെ ദേഷ്യം കൂടി, ഇവർക്ക് ദേഷ്യം കൂടി. അപ്പൊ അതിന്റെ ഇടയ്ക്ക് മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഭാര്യയ്ക്ക് രഹസ്യമായിട്ട് ആദ്യം തന്നെ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അബൂജഹലിന്റെ നിർബന്ധം കൊണ്ട് ബദറിലേക്ക് വന്നതാണ്. ഓലൊക്കെ അവര് അടിമയായിട്ട് അവര് ബന്ദിയാക്കി, അവസാനം അവര് മുസ്ലിം ആയ ചരിത്രം പറയുന്നുണ്ട്. അപ്പോ ഇതൊക്കെ ഇങ്ങനെ കേട്ടപ്പോ ഇവർക്ക് പിന്നെ ശത്രുത കൂടാണല്ലോ, ശത്രുത കൂടാണ്. ഇത് കേട്ടപ്പോ പിന്നെ നിക്കാൻ കഴിയണില്ല. അബൂജഹല് പോയി, സമ്മതിക്കാൻ അത് മനസ്സിലാക്കാൻ കഴിയില്ല. എങ്ങനെ ഇപ്പൊ അബൂജഹൽ എങ്ങനെ പോയിട്ടില്ല, അല്ല പോയി, ഉത്തുബത്തും പോയി. ഇതിങ്ങട്ട് ഉൾക്കൊള്ളാൻ വയ്യ ഇവർക്ക്. ഞങ്ങളെ നേതാക്കന്മാര് ബദറിന്റെ രണാങ്കളത്തിലേക്ക് വെല്ലുവിളിയോടെ പോയ ഞങ്ങളെ നേതാക്കന്മാര് അവിടെ മരിച്ചു വീണുന്നു. ഇവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയണില്ല. പിന്നെ ഇവർക്ക് ആകെ ഭ്രാന്തായി. പിന്നെ ശത്രുത കൂടില്ലേ, കൂടി ഇവരിങ്ങനെ ഇരിക്കുക. സഫ്വാനും അബൂ റാബി റളിയല്ലാഹു അൻഹു ഇങ്ങനെ, അബൂ റാബി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു സംഭവം പറയുന്നുണ്ട്. എന്താ നിങ്ങൾക്ക്? പിന്നെ അബൂലഹബ് യുദ്ധത്തിന് വന്നിട്ടില്ലല്ലോ. അപ്പൊ അബൂലഹബ് ചോദിച്ച്, അല്ല എന്തൊക്കെയാ ബദറിൽ സംഭവിച്ചത്, എന്തപ്പോ ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്താ? അബൂലഹബിന് ആദ്യം തന്നെ അറിയാം, ഇത് കിളി പാറുന്നില്ല, ആദ്യം തന്നെ അബൂലഹബിന് അറിയാം. അതുകൊണ്ട് അബൂലഹബ് പോയിട്ടില്ലല്ലോ, അബൂലഹബ് വളവനാ പോയിട്ടില്ലോ. ആളെ പറഞ്ഞേക്കാണ് ഇന്റെ പകരത്തിന്. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് ഖൈബർ യുദ്ധം നമുക്ക് പറയണം. ഖൈബർ യുദ്ധത്തിൽ അങ്ങനെയാണ്. ഖൈബർ യുദ്ധം നടക്കുമ്പോ അലി റളിയല്ലാഹു അൻഹു പുറത്തുനിന്ന് ഇങ്ങനെ വെല്ലുവിളിക്കുമ്പോഴേ ഖൈബറില് കോട്ടന്റെ പുറത്തേക്ക് ഇറങ്ങാൻ മുറൈബ് ഇങ്ങനെ പേടിച്ചിരിക്കേന്. മുറൈബ് അളിയാ ഇജ് പോടാ, ഇജ് പോടി, യുദ്ധം ചെയ്യടോ. അപ്പൊ അലീനോട് യുദ്ധം ചെയ്യും. മുറൈബിന്റെ പടയാളികളെ പറഞ്ഞിട്ടേന് പേടിച്ചിട്ട്. ഇൻഷാ അല്ലാഹ് ഖൈബർ യുദ്ധം പറഞ്ഞ നല്ല രസമാണ്. രസമല്ല, അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോ ഇവൻ ആദ്യം തന്നെ പേടിയാണ്, അബൂലഹബിന് ആദ്യം തന്നെ പേടിയാണ്. പോയാ കിളി പാറുന്നില്ല, ആദ്യം തന്നെ പേടിയാണ്. പോയിട്ടില്ല, പേടിച്ചിട്ട് പോയിട്ടില്ല. അപ്പൊ അങ്ങനെ ഇരിക്കാണ്. അപ്പൊ അബൂലഹബ് ചോദിച്ചു, അല്ലെ എന്തപ്പോ സംഭവിച്ചത്? അബൂ സുഫിയാനോട് ചോദിച്ചു, എന്തപ്പോ സംഭവിച്ചത്, ഇപ്പൊ എന്താ? അപ്പൊ പറയണ, എന്താ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഒരു മിന്നാട്ടം ഇങ്ങനെ കണ്ട്, ആകാശത്തുനിന്ന് ഒരു മിന്നാട്ടം ഇങ്ങനെ ഇറങ്ങി വരുന്ന കണ്ട്. സംഗതി യുദ്ധമൊക്കെ നല്ലതിലേക്ക് പോവന്, പക്ഷെ ആകാശത്തുനിന്ന് ഒരു മിന്നാട്ടം വരലും പിന്നെ ബദറിലെ പൊടി പാറലും. ആ മിന്നാട്ടം വന്നപ്പോ മുത്തുനബിന്റെ
അനുയായികൾക്ക് പിന്നെ ശക്തി ഏറുകയും ഓലിങ്ങനെ ചടപട അങ്ങനെ കേറിന് മുന്നോട്ട് പോവേനി. പിന്നെ ഓലൊരിക്കലും ഓല മാർജ മുന്നോട്ട് പോയിട്ടില്ല. പിന്നെ ഓല് മുന്നോട്ട് തന്നെ. അപ്പൊ മനസ്സിലായി. അപ്പൊ അത് കേട്ടപ്പോ തന്നെ പറഞ്ഞു, ആ അത് മലക്കുകൾ ഇറങ്ങിയതേക്കരം പറഞ്ഞു. ആ ഒരു ഇത് കേട്ടപ്പോ ബഹുമാനപ്പെട്ട അബൂ റാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞ്, അവര് പിന്നെ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്, രഹസ്യമായി മുസ്ലിമാണ്. അബൂ റാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂലഹബിനോടാണല്ലോ അത് പറയണത്, അത് സംഗതി മലക്കുകളേക്കരം പറഞ്ഞു. ആര്? ബഹുമാനപ്പെട്ട അബൂ റാഫി റളിയല്ലാഹു അൻഹു. അത് മലക്കുകളേക്കരെന്ന് കേട്ടപ്പോ അബൂലഹബ് ഒരൊറ്റ ചാട്ടോന്റെ മത്തക്ക്, എന്താ പറഞ്ഞത്? അല്ലെങ്കിൽ ഇവിടെ പിരാന്തടിച്ചിരിക്കുക എന്ന് വെച്ചാൽ മുസ്ലിമുകളെ ഭാഗത്താ മുത്തനബിന്റെ ഭാഗത്താന്ന് പറഞ്ഞിട്ട് അബൂ റാഫി റളിയല്ലാഹു അൻഹു നെഞ്ഞത്ത് കുത്തി. ആരെ? അബൂലഹബ്. ചരിത്രം കേൾക്കണങ്ങള്. അബൂലഹബിന് അല്ലെങ്കിൽ പിരാന്ത് ഇവിടെ പിരികേറി ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പോ മലക്ക് ബദറിൽ ഇപ്പൊ ആരാ വെളുത്ത് രൂപ കറങ്ങിയത്? അത് മലക്കുകളേക്കാരെന്ന് അബൂ റാഫി അങ്ങോട്ട് പറഞ്ഞപ്പോ അതിന് അബൂലഹബ് ഉടച്ചുമുള്ളാക്കി എന്നിട്ട് ഇടിച്ച്. അപ്പൊ അത് കേട്ടപ്പോ തന്നെ ഉമ്മുൽ ഫദ്ൽ റളിയല്ലാഹു അൻഹു എന്നിട്ട് പറഞ്ഞു, അബൂലഹബേ അടങ്ങിന്നോ? അബൂലഹബേ അടങ്ങിന്നോ? അബൂലഹബിന്റെ തലക്കൊരു വടി എടുത്താണ്ട് അടി അടിച്ചു. ആര്? ഉമ്മുൽ ഫദ്ൽ റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞ് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇല്ലാത്തതിന്റെ പേരില് ഓൻ അടിക്കുന്നതിനാ? സംഗതി ബദറിൽ എല്ലാരും പോയിക്കണം, ബദറിൽ ഓലൊക്കെ തോറ്റുകണം, ഇനി മുണ്ടാണ്ട് അവിടെ ഇരുന്നു. അല്ലാ, ചരിത്രം പറയുന്നത് കാണാൻ കഴിയും. അങ്ങനെ അബൂലഹബ് പരിഹാസ്യനായിട്ട് അപമാനിനായിട്ട് പോയി. അബൂലഹബും ഭാര്യയൊക്കെ മുത്തുനബിനെ കുറെ വേദനിപ്പിച്ചല്ലേ. അവസാനം അബൂലഹബിന് വസൂരി രോഗം വന്ന് അബൂലഹബ് പേടിച്ചിട്ട് ബദറിൽ വന്നില്ല. കാരണം അറിയാ നല്ല തട്ട് കിട്ടും, നല്ല കൊട്ട് കിട്ടും, നല്ല മുട്ട് കിട്ടും അല്ലെ. അബൂലഹബിനെ നല്ലോണം അറിയാം, ബദറിൽ വന്നാൽ നല്ല പൂസ് കിട്ടും എന്നുള്ളത് നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെ പോന്നില്ല. കാരണം എന്താ? ഹംസ റളിയല്ലാഹു അൻഹു ആരടാ മുന്നിൽ, മാറടാ മുന്നിൽ എന്ന് പറഞ്ഞിട്ട് പോരാട്ടില്ലേനോ ബദറിലെ. അബൂലഹബിന് അള്ളാഹു കൊടുത്ത ശിക്ഷ എന്താ? അബൂലഹബിന് വസൂരി രോഗം വന്നേ, പകർച്ചവ്യാധി രോഗം വന്ന അബൂലഹബിന് മാരകമായ രോഗം. ശരീരത്തിന്റെ ഓരോ ഭാഗം ഓരോ ദിവസം ഇങ്ങനെ അടർന്നു വീഴാൻ തുടങ്ങി. കുടുംബക്കാര് പറഞ്ഞു വൈദ്യനെ കൊണ്ടുവരണം. മക്കയിൽ അറിയപ്പെട്ട വൈദ്യകന്മാരെ കൊണ്ടുവന്ന അബൂലഹബിനെ ചികിത്സിക്കാൻ നോക്കി. ഓല് പറഞ്ഞു, ഇല്ല ഞങ്ങൾക്ക് പേടിയാണ്, ഞങ്ങൾക്ക് ഇത് പകരും വന്നു, ഞങ്ങൾക്ക് പേടിയാണ്, ഞങ്ങളില്ല. വൈദ്യന്മാരെ മടങ്ങിയപ്പോ കുടുംബക്കാരും പറഞ്ഞു, സുബ്ഹാനല്ലാഹ് ഇത് പകരുന്ന രോഗമാണെങ്കിൽ ഞങ്ങൾക്കും പേടിയാണ്. കുടുംബക്കാരെ ഒഴിവാക്കി. സ്വന്തം പെണ്ണുങ്ങളും മക്കളും സ്വന്തം കൂട്ടുകുടുംബങ്ങളൊക്കെ അബൂലഹബിനെ ഒഴിവാക്കി. കാരണം എന്താ? ഇത് പകരുന്ന രോഗാണ്. 3 ദിവസം കഴിഞ്ഞ് അവന്റെ ശരീരം ചീഞ്ഞു നാറാൻ തുടങ്ങി. മുത്തുറസൂലുള്ളാഹിനെ കല്ലെറിഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബിനെയും പ്രിയപ്പെട്ട സ്വഹാബത്തിനെയും എല്ലാം നിലക്കും പരിഹാസ വാക്കുകൾ പറഞ്ഞ് വേദനിപ്പിച്ചു, കുത്തുവാക്കുകൾ പറഞ്ഞ് മുത്തുറസൂലുള്ളാഹി നടന്നു വരുന്ന വഴിയോരങ്ങളിലെല്ലാം കല്ലുകളും മുല്ലുകളും ചപ്പുചവറുകളും വേസ്റ്റിന്റെ കൂമ്പാരങ്ങളും വാരിയെറിഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന കവാടത്തിന്റെ മുന്നിൽ വന്നിട്ട് മലമൂത്ര വിസർജനം നടത്തിവെച്ച് മുത്തുറസൂലുള്ളാഹിന്റെ വീടിന്റെ മുന്നിൽ ചപ്പുചവറുകൾ കൊണ്ടിട്ട് അബൂലഹബ് അവന്റെ ഭാര്യയും അനുഭവിക്കാൻ തുടങ്ങി. അബൂലഹബിന്റെ ശരീരം അവിടെ നിന്ന് ചീഞ്ഞു നാറാൻ തുടങ്ങി. ചരിത്രം പറയുന്നേ ഒരാളും തിരിഞ്ഞു നോക്കാനില്ല, ഒരാളും തിരിഞ്ഞു നോക്കാനില്ല. 3 ദിവസം കൊണ്ട് ശരീരം ചീഞ്ഞ് നാറാൻ തുടങ്ങി. പഴുത്ത തക്കാളി കണ്ടിട്ടില്ലെങ്കിൽ ഉപയോഗിക്കാതെ എടുത്തു കഴിഞ്ഞ തക്കാളി ഇങ്ങനെ ചീഞ്ഞളിയുന്നത് പോലെ അവസാനം വലിയ ഒരു കുന്തം കൊണ്ട് കുത്തി ആ ശരീരത്തെ കല്ലിട്ട് മൂടാണ് ചെയ്തത്. മക്ക ആകെ കരയാൻ തുടങ്ങി. മക്കയിലെ സ്ത്രീകളാകെ നിലവിളിച്ച് കരയാൻ തുടങ്ങി. അപ്പൊ പറഞ്ഞു ഇവിടെ ആരും കരയാൻ പാടില്ല, കാരണം അല്ലെങ്കിൽ പിരാന്തം കടിച്ച് നിൽക്കാണ്. ബദറിൽ തോറ്റ കാരണം പോയോലാരും തിരിച്ചു വരുന്നില്ലല്ലോ. പോയപ്പോ വല്ല വീമ്പുമിട്ട് പോയിനി. 1000 ഒട്ടകങ്ങളെ ആനയാണ് ചേമ്പാണ് ഞങ്ങൾ സിന്ദാബാദും വിളിച്ചു പോയിനി. ഇവിടുന്ന് ഒരൊറ്റ ഒന്നിനെ തിരിച്ചു കാണില്ല. അതുകൊണ്ട് ഇവിടെ ആകെ പിരാന്തം അടിച്ചിരിക്കാണ്. ഇനി അതിന്റെ കൂട്ടത്തിൽ എല്ലാരും കരഞ്ഞു കണ്ട് ഇവിടെ പ്രശ്നമാക്കരുത്, കരയാൻ പാടില്ല. അങ്ങനെ ചരിത്രം പറയാണ്. പിന്നെ ഓല് ശ്രമിച്ച് ബന്ദികളായ ആളുകളെ മോചിപ്പിക്കണം. അതിനെന്ത് ചെയ്യണം? ബന്ദികളായ കുറെ ആളുകളുണ്ടല്ലോ. മുത്തുനബി സ്വഹാബത്തും ബദറിൽ പോയ കുറെ ആളുകളെ ബന്ദിയാക്കി. ആ ബന്ദിയാക്കിയ ആളുകളെ മോചിപ്പിക്കണം. അതിനെന്ത് വേണം? ചരിത്രം പറയുന്നത് കാണാം. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ബന്ദികളാക്കിയ ആളുകളെ മോചിപ്പിക്കണമെങ്കിൽ മോചന ദ്രവ്യം കൊടുക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തും മദീനയിലേക്ക് മടങ്ങുകയാണ്. ബദറിൽ നിന്ന് മദീനയിലേക്ക് മടങ്ങുകയാണ്. മദീനയിലേക്ക് മടങ്ങുന്ന സമയത്ത് മദീനയിൽ മുത്തു റസൂലുള്ളാഹിക്ക് മദീനയിൽ വലിയ വരവേൽപ്പാണ് നൽകിയത്. അല്ലാഹ് വലിയ വരവേൽപ്പാണ് നൽകുന്നത്. അല്ലാഹ്
അള്ളാഹുവിന്റെ ഹബീബ് മദീനയിലേക്ക് തിരിച്ചു വരുമ്പോ മദീനക്കാരെ മുത്ത് റസൂലുള്ളാഹിക്ക് നല്ല വരവേൽപ്പ് നൽകുകയാണ്. യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബദർ യുദ്ധം ജയിച്ച് മദീനത്തേക്ക് വരാൻ, ബദർ യുദ്ധം കഴിഞ്ഞ് വരാൻ, മദീനയിൽ നൽകിയ വരവേൽപ്പ് സ്വീകരണം ഇൻഷാ അല്ലാഹ് നാളെ പറയും. നമ്മളെ നാട്ടിലൊക്കെ കളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ കളിക്കാർക്ക് സ്വീകരണം കൊടുക്കാറുണ്ട് അല്ലേ? അല്ലെങ്കിലും ഒരു മത്സരത്തിൽ ജയിച്ച് ആ ജയം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ആ കുഞ്ഞിന് നമ്മൾ സ്വീകരണം കൊടുക്കാറുണ്ട് ഉണ്ടല്ലോ, സ്വീകരണം കൊടുക്കാറുണ്ട്. അതേ പ്രകാരം അനുമോദനം, സമ്മാനങ്ങള്, പ്രോത്സാഹനങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അതേ പ്രകാരം മുത്തുനബിക്ക് സ്വഹാബത്തും ബദറിൽ നിന്ന് മടങ്ങി വരുമ്പോ സ്വീകരണം കൊടുക്കാൻ ഇവർ മീറ്റിംഗ് കൂടി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മീറ്റിംഗ് കൂടി. കാരണം ഈ ബന്ദികളായ അടിമകളായ ആളുകളുണ്ട്, ഇവരെന്ത് ചെയ്യണം? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, അവര് അങ്ങയുടെ കുടുംബങ്ങളും സഹോദരങ്ങളുമാണ് റസൂലേ. അതുകൊണ്ട് തന്നെ അവരെ സമീപത്തിൽ നിന്ന് മോചനദ്രവ്യം സ്വീകരിച്ച് ജീവനോടെ നമുക്ക് അവരെ തിരിച്ചുവിടാം. അവർ ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ അവനെ സ്വതന്ത്രനാക്കി വിടാം. അതല്ല അവർ ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ അവരടുക്കലിൽ നിന്ന് മോചനം ദ്രവ്യം വാങ്ങിയിട്ട് നമുക്ക് അവരെ വിടാ റസൂലേ. നേരെ മറിച്ചവരെ സത്യത്തിന്റെ പാതയിലേക്ക് തിരിച്ചു വരാൻ ഒരുക്കമാണെങ്കിൽ നമുക്കവരെ വെറുതെ വിടാം നബിയേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ മറുപടി പറഞ്ഞു. ശ്രദ്ധിക്കണം കേട്ടോ, മുത്തുനബി സ്വഹാബത്ത് ഇങ്ങനെ മീറ്റിംഗ് കൂടാണ്. മീറ്റിംഗ് കൂടിയിട്ട് ശത്രുക്കളെ ഭാഗത്ത് നിന്ന് കുറെ ആൾക്കാരെ അറസ്റ്റ് ചെയ്തല്ലോ. അത് പറയണ മനസ്സിലാവണുണ്ടോ? അത് പറയണ മനസ്സിലാവണില്ലേ? ഇല്ലേ? പറയണ മനസ്സിലാവുണ്ടോ? അൽഹംദുലില്ലാഹ്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഓലെ നമുക്ക് വെറുതെ വിടാം. വെറുതെ വിടൽ എങ്ങനെ? ഓല് കുറച്ച് പൈസ ഇങ്ങോട്ട് തെറ്റേ, കുറച്ച് കാശ് തെറ്റേ, ആരവരോട് മാണ്ടാത്ത പണിക്കൊക്കെ പറഞ്ഞു. അതുകൊണ്ട് മോചനദ്രവ്യം വാങ്ങിയിട്ട് ഓലെ വെറുതെ വിടാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പറ്റൂല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു പറ്റൂല. പിന്നെന്താ ചെയ്യണ്ടേ? ഓലെ കൊല്ലണം. ഓലെ അങ്ങനെ വിട്ടാ പറ്റൂല. ആരാ ഓലോട് അബൂജഹലിന്റെ കേട്ടും കേട്ട് വരാൻ പറഞ്ഞ? ഉത്ബത്തിന്റെയും ശൈബത്തിന്റെയും ബടായി കേട്ടിട്ട് അബൂജഹലിന്റെ അങ്ങട്ടാട്ടും ഇങ്ങട്ടാട്ടും എന്നുള്ള ബടായി കേട്ടിട്ട് ആരാ ഓലോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ? ഓലെ വെറുതെ വിടാൻ പറ്റില്ല, ഓലെ ശരിയാക്കണം. ആരെ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെയാണല്ലോ പറയാം. പിന്നെ ക്ഷമിക്കാനൊന്നുമില്ല, ഒക്കെ അപ്പൊക്കെ ക്ലീൻ ചെയ്യാം. അപ്പോ അബ്ദുല്ലാഹിബ്നു റവാഹ് റളിയല്ലാഹു അൻഹു അങ്ങനെ കൊന്നാ പോരാ, ഓലെ ചുട്ട് ശരിയാക്കണം. അങ്ങനെ കൊന്നാ പോരാ, വെറുതെ വിട്ടാ പോരാ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഓല് ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ, സത്യപാന്താവിലേക്ക് വരികയാണെങ്കിൽ വരട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ ഓൾക്ക് മോചനദ്രവ്യം ആവശ്യപ്പെട്ടിട്ട് നമുക്ക് കൊല്ലപ്പെട്ടാം. മോചനദ്രവ്യം ആവശ്യപ്പെട്ടിട്ട് നമുക്ക് കൊല്ലപ്പെട്ടാം. അങ്ങനെ ഈ വിഷയത്തിൽ തീരുമാനമായി. അങ്ങനെയാണ് പ്രിയപ്പെട്ട സ്വഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മടിമകളെ ബന്ദികളാക്കി ബദറിന്റെ രണാങ്കളത്തെ യുദ്ധത്തിന്റെ ആരവങ്ങളെല്ലാം കഴിഞ്ഞ് മഹാന്മാരായ സ്വഹാബത്തിനെ കബറടക്കിയിട്ട് സ്വഹാബത്തിനോട് സലാം പറഞ്ഞ് ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ചരിത്രം, ലോക ചരിത്രത്തിൽ ഇന്നവരെ തുല്യതയില്ലാത്ത ചരിത്രത്തിന്റെ വിപ്ലവം സൃഷ്ടിച്ച് മദീനയുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പ്രിയപ്പെട്ട സ്വഹാബത്തും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന കലിമ ചൊല്ലിയിട്ട് തക്ബീറിന്റെ ധ്വനികളോടെ ബദറിന്റെ രണാങ്കളത്തിൽ നല്ല മദീനയിലേക്ക് തിരിച്ചു പോരുകയാണ്. ബദറിനോട് സലാം പറഞ്ഞിട്ട് ടാറ്റ കൊടുത്ത് സലാം പറഞ്ഞ് മുത്തു റസൂലുള്ള പോവാ. ബദർ ജയിച്ചടക്കിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പോവാ. ബദർ ജയിച്ചടക്കിയിട്ട് സ്വഹാബത്ത് പോവുകയാണ്. പരിശുദ്ധ പുണ്യ
പുണ്യമായ റമദാനിന്റെ 17ന്റെ ബദർ കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ട് ബദറിനോട് സലാം പറഞ്ഞിട്ട് ആ സന്തോഷത്തോടെ തക്ബീറിന്റെ ധ്വനികളുമായി അല്ലാഹുവിന്റെ ഹബീബും പ്രിയപ്പെട്ട സഹാബത്തും ബദറിനോട് സലാം പറഞ്ഞിട്ട് പോവാണ്. വല്ലാത്ത ആവേശമാണ് സഹാബത്തിന്, വല്ലാത്ത സന്തോഷമാണ് സഹാബത്തിന്. അൽഹംദുലില്ലാഹ്, എത്ര സ്തുതിച്ചാലും മതി വരൂല, എത്ര സ്തുതിച്ചാലും മതി വരൂല. ഇത് അല്ലാഹുവിന്റെ സഹായമാണ്. ഉടനെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നിട്ട് ആരംഭ റസൂലുള്ളാഹിനോട് പറയുന്നു, നബിയേ നിങ്ങൾക്ക് മാത്രമല്ല സന്തോഷം നബിയേ, നിങ്ങൾക്ക് മാത്രമല്ല സന്തോഷം നബിയേ, ഞങ്ങൾക്ക് സന്തോഷമാണ് റസൂലേ, ഞങ്ങളും സന്തോഷത്തിലാണ് നബിയേ. മലക്കുകൾ ഇങ്ങനെ തക്ബീർ ചൊല്ലുകയാണ്, ജിബ്രീൽ ഇങ്ങനെ തക്ബീർ ചൊല്ലുകയാണ്, അല്ലാഹുവിന്റെ മാലാഖമാർ തക്ബീർ ചൊല്ലുകയാണ്. ബദർ ജയിച്ചടക്കി ബദറിന്റെ യുദ്ധക്കളത്തിൽ നിന്ന് പോരാടി പരിശുദ്ധ ഇസ്ലാമിന്റെ വെന്നിക്കൊടി ലോകത്ത് ഉയർത്തിപ്പിടിച്ച് തക്ബീറിന്റെ മദ്രധ്വനികളുമായി പരിശുദ്ധ റമദാനിൽ അല്ലാഹുവിന്റെ ഹബീബ് മദീനയിലേക്ക് തിരിക്കുന്നു എന്ന വാർത്തറിഞ്ഞപ്പോ മദീനക്കാര് സന്തോഷത്തിലാണ്, മദീനക്കാര് ഹാപ്പിയിലാണ്, മദീനക്കാര് റാഹത്തിലാണ്. ഞങ്ങളെ മുത്തുനബി തിരിച്ചു വരുന്ന അല്ലാഹ്, ഞങ്ങളെ പുന്നാരെ ഹബീബ് തിരിച്ചു വരുന്ന അല്ലാഹ്, ഞങ്ങളെ മുത്തു റസൂലുള്ള ബദർ ജയിച്ചടക്കി തിരിച്ചു വരുന്ന അല്ലാഹ്, ഞങ്ങളെ പുന്നാരെ ഹബീബ് ബദർ ജയിച്ചടക്കി തിരിച്ചു വരുന്ന അല്ലാഹ്. മദീനക്കാരെ എല്ലാവരും വരിക, മദീനക്കാരെ മദീനയുടെ ബൗണ്ടറിയിലേക്ക് എല്ലാവരും വരിക. മദീനക്കാരെ എന്തിനാണ്? നമ്മുടെ ഹബീബായ തങ്ങളെ സ്വീകരിക്കാനാ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ സ്വീകരിക്കാനാ, ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ സ്വീകരിക്കാനാ, ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബത്തിനെ സ്വീകരിക്കാ. ബദറിന്റെ രണാങ്കളത്തേക്ക് കടന്നുവാ, മദീനയുടെ താഴ്വരയിലേക്ക് കടന്നുവാ. മദീനയുടെ ബൗണ്ടറിയിൽ ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ചൊല്ലി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി മഹാന്മാരായ സ്വഹാബത്തിനെ സ്വീകരിക്കാൻ മദീനയുടെ ബൗണ്ടറിയിലേക്ക് മദീനക്കാർ വരികയാണ്. അൽഹംദുലില്ലാഹ്. നിങ്ങൾ അങ്ങനെ ആലോചിച്ച് നോക്കിയേ, ജേതാക്കൾക്ക് വലിയ സ്വീകരണം, അള്ളാഹു നൽകിയ വലിയ വിജയം മദീനയിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം തന്നെ ദൂതരെ പറഞ്ഞയച്ചു. ഞങ്ങൾ മദീനത്തേക്ക് തിരിച്ചു വരുന്നുണ്ട്, സന്തോഷത്തോടെ ബദർ ജയിച്ചടക്കി മദീനയിലേക്ക് വരുന്നു എന്ന വാർത്ത പറയാൻ. ഞാൻ പറഞ്ഞല്ലോ, അന്ന് ഫോൺ വിളിക്കാൻ ഫോണില്ല, മെസ്സേജ് അയക്കാനില്ല, വാട്സപ്പ് ഇല്ല, ഒരു കത്ത് എഴുതാനില്ല, ഒന്നുമില്ല. എന്തല്ലത്, ആകെ ദൂതനെ പറഞ്ഞു വിടും. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് ദൂതന്മാരെ പറഞ്ഞയച്ചു. അവിടത്തെ അഹ്ലു ആലിയ അബ്ദുല്ലാഹിബ്നു റവാഹയെയും അവിടത്തെ താഴ്ന്ന പ്രദേശക്കാരായ അഹ്ലു സാഫില അവരെ അറിയിക്കാൻ സെയ്ദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു ചുമതലപ്പെടുത്തി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 ആളുകളെ മദീനയിലേക്ക് പറഞ്ഞു, വിജയ വാർത്ത പറയാൻ, ജേതാക്കളുടെ തിരിച്ചുവരവ് പറയാൻ. ആരൊക്കെ പറഞ്ഞു വിട്ടത്? 2 സ്വഹാബത്തിനെ മുത്തുനബി മദീനത്തേക്ക് പറഞ്ഞു വിട്ട്, 2 പ്രദേശാക്കിയിട്ട് മദീനത്തെ 2 പ്രദേശത്തേക്ക്, ഒന്ന് ഉയർന്ന പ്രദേശം, ഒന്ന് താഴ്വയിലുള്ള പ്രദേശത്തെ 2 പ്രദേശത്തേക്ക് ആള് വിട്ടു. ഒന്നാരാ? അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞു വിട്ടു മുത്ത് റസൂലുള്ളാഹി. അബ്ദുല്ലാഹിബ്നു റവാഹ, നിങ്ങൾ വേഗം മദീനത്ത് പോകണം, മദീനത്ത് പോയിട്ട് ഞാനും സ്വഹാബത്തും ബദർ ജയിച്ചടക്കി തിരിച്ചു വരുന്ന വാർത്ത നിങ്ങൾ സന്തോഷം പറയണം. അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു അൽഹംദുലില്ലാഹ് അപ്പ തന്നെ പോയി, സന്തോഷല്ലേ, പറയാൻ പോയി. രണ്ടാമത്തതോ സെയ്ദ് ഇബ്നു ഹാരിസ, മുത്തുനബിയുടെ വളർത്തുന്ന മകൻ സെയ്ദ് ഇബ്നു ഹാരിസ. മഹാനവറുകള് മൂത്തത്തിന്റെ രണാങ്കളത്തിലാണ് മഹാനവറുകള് ഷഹീദാകുന്നത്. ഇൻഷാ അല്ലാഹ് അവസരം കിട്ടുമ്പോൾ ഞാൻ ആ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. മഹാനായ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ചു, നിങ്ങളും ചൊല്ലി. അങ്ങനെ 2 പേരും ചെന്ന് അൽഹംദുലില്ലാഹ് 2 പേരും മദീനയിലെത്തി, മദീനക്കാരോട് സന്തോഷം പറഞ്ഞ് അൽഹംദുലില്ലാഹ്. അങ്ങനെ ബദറിൽ നിന്ന് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബത്തിനെയും സ്വീകരിക്കാൻ ബദറിന്റെ
വിജയാരവം അടങ്ങി തിരിച്ചു വരുന്ന സ്വഹാബത്തിനെ സ്വീകരിക്കാൻ മദീനക്കാർ ഒരുങ്ങി നിൽക്കുകയാണ്. അങ്ങനെ ജേതാക്കൾക്കുള്ള സ്വീകരണം നാളെ 1 മണിക്ക് ഇൻഷാ അല്ലാഹ് അറിവിൻ നിലാവിന്റെ റമളാൻ നിലാവിന്റെ 19ാമത്തെ മജ്ലിസ് നാളെ ഇൻഷാ അല്ലാഹ് അത് പറഞ്ഞിട്ട് നമുക്ക് പ്രിയപ്പെട്ടവരെ ബദർ ചരിത്രം താൽക്കാലികമായി നമ്മൾ നിർത്തുകയാണ്. നാളെ ബദറിൽ തിരിച്ചു കഴിഞ്ഞ് മദീനയിലേക്ക് എത്തിയ പ്രിയപ്പെട്ട മുത്തുനബിക്കും സ്വഹാബത്തിനും ഒരുക്കി കൊടുത്ത സ്വീകരണം നമ്മൾ അറിയണം. ബദറിൽ ഷഹീദായ ശുഹദാക്കളെ നമ്മൾ അറിയണം. ബദറിൽ പങ്കെടുക്കാതെ ബദറിലേക്ക് പോവാതെ ബദരീങ്ങളുടെ മഹത്വം വാങ്ങിയ സ്വഹാബത്തുണ്ട്. അങ്ങനെയുണ്ടോ ഉസ്താദേ? അങ്ങനെയുണ്ട്. അതറിയോ? ബദറിൽ അവര് പോയിട്ടില്ല, പക്ഷേ ബദരീങ്ങളെ മഹത്വം അവർക്കുണ്ട്. അതിപ്പോ എങ്ങനെയുണ്ടാവുക? അങ്ങനെയുണ്ട്. അത് നമ്മൾ ആരാണ്? ആ സ്വഹാബത്തിന്റെ പേരുകള് ഞാൻ ഇൻഷാ അല്ലാഹ് നാളെ പറഞ്ഞു തരും. 10 സ്വഹാബത്തുണ്ട്. അവര് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല, പക്ഷേ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും അവർക്ക് ബദരീങ്ങളെ മഹത്വം കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു ബദറിൽ പോവാൻ ആഗ്രഹിച്ചിരുന്നു, പല കാരണങ്ങളെ കൊണ്ട് ബദറിൽ പോവാൻ കഴിഞ്ഞില്ല. അവര് ബദറിലേക്ക് മുത്തുനബിന്റെ കൂടെ പോവാൻ ആഗ്രഹിച്ചു, തലേ ദിവസം വരെ ആഗ്രഹിച്ചതാണ്. നമ്മൾ പറയില്ലേ, എന്തടാ കല്യാണത്തിന് വരാഞ്ഞ്? എന്നോട് പറഞ്ഞാ കേൾക്കണോ? ഞാൻ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട്, എന്റെ കുട്ടിന്റെ കല്യാണത്തിന് വരാൻ വേണ്ടിയിട്ട് ഞാൻ ജോലി വരെ ഒഴിവാക്കി നിൽക്കേനി. പക്ഷേ എന്താ പറയാ, ഇങ്ങനെ ഒരു കുടുക്കൽ കുടുങ്ങിയോണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല അല്ലേ? ഓല് പോയിട്ടില്ലെങ്കിലും ഓലെ മനസ്സ് പോയതുപോലെയാണ്. ഇതേ പ്രകാരം ബദറിലേക്ക് പോരാൻ പറ്റാത്ത കുറച്ച് സ്വഹാബത്തുണ്ടാണ്. പക്ഷെ ഓലെ മനസ്സ് മുഴുവനും ബദറിലാണ് ഓലെ മനസ്സ്. അതാരാ? ആ 10 സ്വഹാബത്ത് ആരാണെന്നില്ല നാളെ നമ്മൾ പഠിക്കണം. അത് എല്ലാവരും എഴുതിയെടുക്കും വേണം ഇൻഷാ അല്ലാഹ്. ബദരീങ്ങളെ കാവൽ അള്ളാഹു നമുക്ക് തരട്ടെ. ബദരീങ്ങളെ പൊരുത്തം അള്ളാഹു നമുക്ക് തരട്ടെ. ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെ എല്ലാ പ്രശ്നത്തിനും അള്ളാഹു നല്ല പരിഹാരം തരട്ടെ. മുത്തുനബി ബദർ വിട്ടു. ബദറിൽ നമുക്ക് നൽകിയ ഒരുപാട് പാഠങ്ങളുണ്ട്. എത്ര വിഷമം വന്നാലും, എത്ര പ്രതിസന്ധിയിൽ കുടുങ്ങിയാലും നിങ്ങൾ തളരരുത്. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്ന ദിക്ർ ചൊല്ലിയിട്ട് നിങ്ങളെ മനസ്സിനെ നിങ്ങൾ നിയന്ത്രിക്കണമെന്ന് ബദർ നമ്മെ പാഠം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, ശത്രുക്കളാണെങ്കിലും ആ ശത്രുക്കളെ സ്നേഹിക്കാനും അവർക്ക് സ്നേഹം കൊടുക്കാനും അവരെ സഹായിക്കാനും നമുക്ക് മുത്തുനബി മാതൃക പഠിപ്പിച്ചു തരാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിനോട് പഠിപ്പിച്ചത്, സ്വഹാബ ബദറിലേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോൾ ചെറിയ മക്കളെ കാണുന്ന സമയത്ത് നിങ്ങൾ ഒന്നും ചെയ്യരുത്. സ്ത്രീകളെ കാണുന്ന സമയത്ത് നിങ്ങൾ അവരെ ആക്രമിക്കരുത്. സഹോദരിമാരെ, സ്ത്രീകളെ കാണുന്ന സമയത്ത് നിങ്ങൾ ആക്രമിക്കാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എത്ര വലിയ സ്നേഹത്തോടെയാണ് ആരംഭ റസൂലുള്ളാഹി അത് പറഞ്ഞത്. എത്ര വലിയ സ്നേഹത്തോടെയാണ് അള്ളാഹുവിന്റെ റസൂൽ അത് പറഞ്ഞത്. മാത്രല്ലല്ലോ, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുത്താറ്റൽ തങ്ങളെ നിർമ്മിച്ചു വെച്ച മുസ്ലിമീങ്ങളുടെ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കാൻ അവിടെ ഖുറൈശികൾ വന്നപ്പോ മുത്തുനബി പറഞ്ഞ വാക്കെന്താ? അവര് വെള്ളം കുടിച്ചു പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, തടുക്കണ്ട എന്നാണ്. അവര് ദാഹം അകറ്റാൻ വേണ്ടി വെള്ളത്തിന് വന്നതാണെങ്കിൽ അവരെ നിങ്ങൾ തടുക്കരുത്. അവര് വെള്ളം കുടിച്ചു പോവട്ടെ. ശത്രുക്കളാണെങ്കിലും അവർക്കും വെള്ളം കൊടുക്കണം. വെള്ളമെന്നുള്ളത് അല്ലാഹു നൽകുന്ന വലിയ നിഅമത്താണ്. അവരെ വെറുതെ വിടുക. പക്ഷേ മുത്തു റസൂലുള്ളാഹിന്റെ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കലല്ലായിരുന്നു അവരുടെ ലക്ഷ്യം. ആ ഹൗദ് കുളിക്കലായിരുന്നു അസ്വദിന്റെ ലക്ഷ്യം. വെള്ളം കുടിക്കാനാണെങ്കിൽ അവരെ വെറുതെ വിടണമെന്ന് മുത്തുനബി ബദറിന്റെ രണാങ്കളത്തിൽ നിന്ന് സ്വഹാബത്തിനോട് പറയണമെങ്കിൽ ആ മുത്തുനബിയുടെ മനസ്സിന്റെ വിശാലത എത്രയാണ്? മുത്തു റസൂലുള്ളാഹിന്റെ മനസ്സിന്റെ വിശാലത എത്രയാ? നിങ്ങൾ പറയ്. അല്ലാഹുവേ, പക്ഷേ ഹൗദ് പൊളിച്ചപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹംസ റളിയല്ലാഹു അൻഹുവിനോട് ബദറിൽ ഇറങ്ങാൻ പറഞ്ഞത്. അപ്പൊ ബദർ നമുക്ക് ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട്. ശത്രുവാണെന്ന് കരുതിയിട്ട് ശത്രുവിനെ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്താൻ അല്ലല്ല. വീണ്ടും മുത്തു റസൂലുള്ളാഹി ഒരുപാട് ഉപദേശങ്ങൾ സ്വഹാബത്തിന് കൊടുത്തു. ശത്രുക്കൾ അടുത്തെത്തുമ്പോൾ മാത്രമേ നിങ്ങൾ ആയുധം പ്രയോഗിക്കാൻ പാടുള്ളൂ.
അടുത്തെത്താതെ അവർക്കെങ്ങാനും മനം മാറ്റം വന്നു കഴിഞ്ഞാൽ അവര് നന്നായിക്കോട്ടെ, അവരെ കൊല്ലണ്ട. കണ്ടോ, സ്നേഹമാണ് മുത്തുനബിയുടെ മനസ്സിൽ. അതിൽ നിന്ന് മറ്റൊരു പാഠം, അടുത്തെത്തുമ്പോൾ മാത്രം വാൾ ഉയർത്തുക, അടുത്തെത്തുമ്പോൾ മാത്രം നിങ്ങൾ അമ്പ് നെയ്തു വിടുക. വെറുതെ അമ്പ് ഒരിക്കലും വേസ്റ്റ് ചെയ്യരുത്. കണ്ടോ, ഒരിക്കലും വെറുതെ ഒരു യുദ്ധത്തിന്റെ രണാങ്കളത്തിലാണെങ്കിലും വെറുതെ ഒന്ന് വേസ്റ്റ് ചെയ്യരുത്. ആരംഭ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിന് കൊടുത്ത ഉപദേശങ്ങളാണ്. സ്വഫുകൾ ശരിയായി നിൽക്കുക, സ്വഫ് തെറ്റിക്കരുത്. സ്വഫ് തെറ്റിച്ച മഹാനായ ഒരു പ്രിയപ്പെട്ട സ്വഹാബിയെ വടികൊണ്ടടിച്ചതും ആ സ്വഹാബി പ്രതികാരം വീട്ടിയതും ചരിത്രം നമുക്ക് പറയാനുണ്ട്. സമയക്കുറവ് മൂലം നമുക്ക് അത് പറയാൻ കഴിഞ്ഞില്ല. അങ്ങനെ എത്രയോ ചരിത്രങ്ങൾ. മാത്രമല്ല, ബദർ നമുക്ക് തരുന്ന മറ്റൊരു പാഠം എന്താണ്? മുത്തുനബി ഒരിക്കലും ഒറ്റക്കൊന്നും ചെയ്തിട്ടില്ല. സ്വഹാബത്തുമായിട്ട് മീറ്റിംഗ് കൂടി, സ്വഹാബത്തുമായി കൂടിയാലോചന നടത്തിയിട്ടാണ് അള്ളാന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തുമായി തീരുമാനം എടുത്തത്. എത്രയെത്ര ചരിത്രങ്ങൾ നമുക്ക് പാഠമാണ്, എത്രയെത്ര ചരിത്രങ്ങൾ നമുക്ക് പാഠമാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നാളെ ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറക്കണ്ട, നാളെ മറക്കരുത്. പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളോട് സ്നേഹത്തോടെ പറയാണ്, നാളെ ഇൻഷാ അല്ലാഹ് മുത്തുനബിക്ക് മദീനയിൽ നൽകിയ സ്വീകരണം മറക്കരുത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ചെറിയൊരു ദുആ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا رحمة للعالمين. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിനെ നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിനെ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസ് കേട്ട ഉമ്മമാരും ബാപ്പമാരും സഹോദര സഹോദരിമാര് ചെറുപ്പക്കാരികൾ കുഞ്ഞുമക്കളടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് പരിശുദ്ധമായ റമദാൻ നിലാവിന്റെ മജ്ലിസ് കേൾക്കുന്ന മുഅ്മിനീങ്ങൾ റബ്ബേ, അവർക്കെല്ലാം നീ റാഹത്തും സമാധാനവും നൽകണേ അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്. ഖൈർ നൽകണേ അല്ലാഹ്. ബറക്കത്ത് നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ അല്ലാഹ്, ഞങ്ങളെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങൾ, ഞങ്ങളെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങൾ അല്ലാഹ്, ഈ മജ്ലിസിൽ നിന്ന് ചൊല്ലിയ എല്ലാ ദിക്റുകളും കബൂലാക്കി ഞങ്ങളെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ ഖബറിലേക്ക് നിന്റെ സവാബ് എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഖബറിലേക്ക് ഇതിന്റെ സവാബിനെ എത്തിച്ചു തരണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ ഖബറിലേക്ക് നിന്റെ സവാബിനെ എത്തിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഇന്നൊരുപാട് സഹോദര സഹോദരിമാര് വന്ന് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും നീ പരിഹാരം നൽകണേ റബ്ബേ. എല്ലാത്തിനും നീ പരിഹാരം നൽകണേ റബ്ബേ. എല്ലാത്തിനും നീ പരിഹാരം നൽകണേ റബ്ബേ. ഞങ്ങളെ യതീമക്കളെ ചേർത്ത് പിടിച്ച ഈ സഹോദര സഹോദരിമാരെ റഹ്മാനേ, നീ അവർക്ക് ഖൈറും ബറകത്തും റാഹത്തും നൽകണേ അല്ലാഹ്. സന്തോഷവും സമാധാനവും നീ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ.
എന്തെല്ലാം നിയ്യത്തുകൾ ഞങ്ങളുടെയും അവരുടെയും മനസ്സിലുണ്ടോ ആ നിയ്യത്തുകളെല്ലാം സാധിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. എന്തെല്ലാം വിഷമങ്ങൾ അവരെ മനസ്സിലുണ്ടോ ആ വിഷമങ്ങളെല്ലാം നീക്കിക്കൊടുക്കണേ റബ്ബേ. അവരെ മനസ്സിന് നീ സമാധാനം കൊടുക്കണം അല്ലാ. അവരെ മനസ്സിന് നീ സന്തോഷം കൊടുക്കണേ അല്ലാ. അവരെ മനസ്സിന് നീ റാഹത്ത് കൊടുക്കണേ അല്ലാ. അർഹമുർ-റാഹിമായ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ റഹ്മാനേ, ഞങ്ങൾ അറിവിന്നിലാവും റമദാനിലാവും ഒരു ദിവസം പോലും ഒഴിവില്ലാതെ കേൾക്കുന്ന ഈ മുത്ത് മുഅ്മിനീങ്ങൾ, നീ അവർക്കെല്ലാ നിലക്കും ഖൈറ് നൽകണേ റബ്ബേ. യൂട്യൂബിലും ഫേസ്ബുക്ക് ലൈവിലോ കമന്റിലൂടെ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. ഇവിടെ വന്ന് ദുആർക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. യതീമക്കൾക്ക് വേണ്ടി സ്വർണം തന്നവരുണ്ട്. യതീമക്കൾക്ക് വേണ്ടി കാശ് തന്നവരുണ്ട്. യതീമക്കൾക്ക് വേണ്ടി സംഭാവനകൾ നൽകിയവരുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാം നീ ബറക്കത്ത് നൽകു അല്ലാ. അവർക്കെല്ലാം നീ റാഹത്ത് നൽകു അല്ലാ. അവർക്കെല്ലാം നീ സന്തോഷം നൽകണേ അല്ലാ. അർഹമുർ-റാഹിമായ റബ്ബേ, മലിക്കുൽ ജബ്ബാറായ അല്ലാ, രാജാതിരാജനായ അല്ലാ, ഞങ്ങളെ മജ്‌ലിസ് കേട്ട് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആരെല്ലാം ഉണ്ടോ, ആരെല്ലാം ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ടോ, ഓലൊക്കെ ഖബറുകൾ നീ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കണേ അല്ലാ. വിശാലമാക്കണേ അല്ലാ. സ്വർഗീയ ലോകത്ത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് അവരെയും ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടി തരണേ അല്ലാ. അവരെയും ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടി തരണേ അല്ലാ. ഒരുമിച്ച് കൂട്ടി തരണേ അല്ലാ. മഗ്ഫിറത്തിന്റെ 10 നമ്മളോട് വിട പറയുകയാണ്. മഗ്ഫിറത്തിന്റെ 10 നമ്മളോട് വിട പറയുകയാണ്. അല്ലാഹ് അല്ലാഹ്, അവരുടെയൊക്കെ മഗ്ഫിറത്തിന്റെ 10 ഞങ്ങളോട് വിട പറഞ്ഞു പോകുമ്പോ ആ പരിശുദ്ധമായ ദിവസത്തിന്റെ പൊരുത്തവും സ്നേഹവും പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യവന്മാരായി ഞങ്ങൾക്ക് മാറണം റഹ്മാനേ. നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ യതീമക്കളെ സഹായിച്ച ഞങ്ങളെ ഉമ്മമാര്, ഞങ്ങളെ യതീമക്കളെ സഹായിച്ച ഞങ്ങളെ ബാപ്പമാര്, ഞങ്ങളെ യതീമക്കളെ സഹായിച്ച ഞങ്ങളെ സഹോദര സഹോദരിമാര്, ഞങ്ങളെ യതീമക്കളെ സഹായിച്ച ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട റമദാൻ നിലാവിന്റെ കുടുംബങ്ങള്, അറിവിൻ നിലാവിന്റെ കുടുംബങ്ങള് റബ്ബേ അല്ലാ അല്ലാ, അവർക്കെല്ലാം നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. റഹ്മത്തും നിഅമത്തും ഏറ്റി ഏറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മക്ക മദീന കാണാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. മക്ക മദീന കാണാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. മക്ക മദീന കാണാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. റബ്ബനാ آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون
വസ്സലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.